അപ്പോൾ അതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ സംക്ഷിപ്ത തലക്കെട്ടുകൾ. ദയവിടെ ഇർഷാദ്, അഞ്ജന, ജോസ്ഫിൻ, ജാസ്മിൻ, ആഷ, ബിന്നി, റിൻസി, മാനുവൽ അടക്കം, ഹരിദാസ് അടക്കം എല്ലാവരും ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ വെരി ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് തൃപ്പൂണിത്തുറ ചൂരക്കാടുണ്ടായ വെടിക്കെട്ട്, ആ സംഭവത്തിൽ ബലക്ഷയം പറ്റി കെട്ടിടങ്ങളിൽ ആളുകൾ പ്രവേശിക്കരുതെന്ന് മുന്നറിയിപ്പ് പോലീസ് പറയുന്നു. സമീപത്തേക്കും പോകരുത് എന്നാണ് പോലീസിൻ്റെ മുന്നറിയിപ്പ്. പലരും അടുത്തുള്ള കെട്ടിടങ്ങളിൽ പോയി പ്രവേശിക്കുന്നു എന്നുള്ള സൂചനയെ തുടർന്നാണ് പോലീസിൻ്റെ മൈക്ക് അനൗൺസ്മെൻറ്റ്. അതുകൊണ്ട് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൃപ്പൂണിത്തുറ ചൂരക്കാട് വെടിക്കെട്ട് പുരയിലാണ് വലിയ പൊട്ടിത്തെറി. തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രോത്സവത്തിനെത്തിച്ച വെടിക്കെട്ട് സാമഗ്രികൾ പൊട്ടിത്തെറിച്ചാണ് വലിയ അപകടമുണ്ടായത്. ഒരു മരണം സ്ഥിരീകരിക്കുന്നു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. പരിക്കേറ്റ 25 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. കരിമരുന്ന് ഉൾപ്പെടെയുള്ള വാഹനത്തിൽ നിന്ന് വെടിക്കെട്ട് പുരയിലേക്ക് ഇറക്കുന്നതിനിടയിലാണ് ഉഗ്രസ്ഫോടനമുണ്ടായത്. അനുമതിയില്ലാതെയാണ് പടക്കം സംഭരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെടിമരുന്ന് കൊണ്ടുവന്ന വാഹനം പൂർണ്ണമായും അടുത്ത് പാർക്ക് ചെയ്തിരുന്ന കാറ് ഭാഗികമായും തകർന്നു. വെടിക്കെട്ട് പുര നാമാവശേഷമായി. സമീപത്ത് 25ഓളം വീടുകൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ടായി. അശ്വിൻ പാലാഴി, അജീഷ് ജയകുമാറുണ്ട്, വിഷ്ണു സുരേഷ് ചേരുന്നു. ആദ്യം ഞാൻ അശ്വിനിലേക്ക് പോകുന്നു. അശ്വിൻ, ഈ സ്ഫോടനത്തിന് ഇത്ര വലിയ മാരക പ്രഹരശേഷി ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ് അറിയാൻ കഴിയുന്നത്? പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണിപ്പോൾ അശ്വിൻ? എന്തായാലും 16 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ ഒരാളുടെ മരണവാർത്തയാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ബാക്കി 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലും പുറത്തു വരുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോഴും ഈ ജാഗ്രതാ നിർദ്ദേശം അടങ്ങിയ അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. അതായത് ഈ ചിന്നിച്ചിതറിക്കിടക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഒരുപക്ഷെ ഇനിയും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആളുകൾ ഇവിടെ നിന്ന് മാറണം എന്നുള്ള കർശന നിർദ്ദേശം മൈക്കിലൂടെ പോലീസ് ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ ഹൈബി ഈഡൻ MP ഈ സ്ഥലത്ത് സന്ദർശനം നടത്തിയ ശേഷം തിരികെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. എന്തായാലും ആദ്യഘട്ടത്തിലടക്കം ഇവിടെ ചില ആരോപണങ്ങളടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതായത് ഈ സ്ഥലത്തിലെ അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു സ്ഫോടനമാണ് തൃപ്പൂണിത്തുറ മേഖലയിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതിൽ പരിക്കേറ്റ ആളുകൾക്ക് പരമാവധി ജീവൻ നഷ്ടപ്പെടാതിരിക്കുക, അവർക്ക് അടിയന്തര ചികിത്സാ സഹായങ്ങളും ഏറ്റവും വൈദഗ്ധ്യം നിറഞ്ഞ ചികിത്സ അവർക്ക് നൽകുക എന്നുള്ളതാണ്. അതിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ മറ്റ് അവിടെ ചികിത്സിക്കാൻ കഴിയാതെ വരുന്ന ആളുകൾക്ക് സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണർ സൈറ്റിലുണ്ട്, ഫോറൻസിക് ടീമുണ്ട്, ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ ഒരു അപകടാവസ്ഥ മാറിയിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് പരമാവധി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ ഒഴികെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ജീവനക്കാരും ഫോറൻസിക് വിദഗ്ധരും ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ ഇവിടെ നിന്ന് മാറിപ്പോകണം എന്നുള്ളതാണ്. മുതിർന്ന പൗരന്മാരെ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളെ എല്ലാം ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരെ മാറ്റിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഗുരുതരമായൊരു സാഹചര്യമാണ്. ഒരുപാട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇതിൻ്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെയധികം ഗുരുതരമായ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളാണ്, വെടിമരുന്നും മറ്റു ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെ കത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ മറ്റ് സയൻറ്റിഫിക് എക്സ്പേർട്സും പോലീസും കൂടുതൽ വിശദാംശങ്ങൾ പുറകിലിടും. എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾ പാനിക്ഡ് ആവരുത്. അവർ കൂട്ടം കൂടി അപകട സ്ഥലത്ത് ഇനി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. എല്ലാവരും സ്ഥലം സന്ദർശിച്ചതിന് ശേഷം
ഇവിടെ മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഇത് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. ഏതായാലും ഒരാൾ മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി കുറേയധികം ആളുകൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവർക്ക് പരമാവധി ചികിത്സ, കാര്യപ്പെട്ട ഭേദപ്പെട്ട വൈദഗ്ധ്യമേറിയ ചികിത്സ നൽകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രയോറിറ്റി. അതെ, ഈ പല വീടുകളിലും താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ലോറികളൊക്കെ പോയിട്ടുണ്ട്, ജനലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീടുകളെല്ലാം ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ആഘാതം വളരെ വലുതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജില്ലാ ഭരണകൂടത്തോട് പറഞ്ഞുകൊണ്ട് അവർക്ക് താൽക്കാലികമായി താമസിക്കാനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മറ്റു മാർഗങ്ങൾ സ്വീകരിക്കും. അത് തീർച്ചയായിട്ടും ഗവൺമെന്റും അതിൽ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വന്നിട്ടുണ്ട്. ഹൈബിയുടെ നബി അവിടെ ഒന്ന് സ്ഥലം സന്ദർശിക്കുകയായിരുന്നു. എന്താണ്, പരമാവധി ആളുകൾ ആ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ളതാണ് പോലീസിന്റെ ആവർത്തിക്കുന്ന അഭ്യർത്ഥന. NS കെ ഉമേഷ്, ജില്ലാ കളക്ടർ, അവിടെ എത്തുന്നുണ്ട്. അവിടെ പോലീസ് അനൗൺസ്മെന്റ് അടക്കം അതുതന്നെയാണ്. ഈ ബിൽഡിങ്ങുകൾക്ക് കാര്യമായ കേടുപാടുണ്ട്. ആ കേടുപാടുള്ള കെട്ടിടങ്ങളിൽ ആരും കയറുന്നത് മാത്രമല്ല, അടുത്തേക്ക് പോലും പോകരുത്. ഭിത്തിയൊക്കെ വലിയ വിള്ളലുണ്ടായി, അടിത്തറയ്ക്കൊക്കെ വലിയ കേടുപാട് സംഭവിച്ച് ഒരുപക്ഷെ ഏത് സമയം നിലംപതിക്കാവുന്ന രീതിയിൽ നിൽപ്പുണ്ട് ചില കെട്ടിടങ്ങൾ. ആ കെട്ടിടങ്ങളിലെ കാര്യം കയറരുത് എന്ന് പോലീസ് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് നാട്ടുകാർ ചെവിക്കൊള്ളണം എന്ന് പറയുകയാണ് ഹൈബിയുടെ MP. NS കെ ഉമേഷ് അടക്കമുള്ളവർ അവിടെയുണ്ട്. വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്, വലിയ പൊട്ടിത്തെറിയാണ്. വലിയ അളവിൽ ആശുപത്രിയിൽ നിന്നുള്ള പ്രതികരണമാണ്. മൊത്തം 25 പേർക്കാണ് പരിക്ക്. രണ്ടുപേര് മെഡിക്കൽ കോളേജ്, 2 പേര് ജനറൽ ഹോസ്പിറ്റൽ. പ്രൈവറ്റിലും ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 2 പേരുണ്ട്. 2 പേര് ദേവി ഹോസ്പിറ്റലിൽ, പിന്നെ പക്ഷേ ഈ ഇവിടുത്തെ ലിസ്റ്റിലുള്ളത് 18 പേര്. അപ്പോൾ ഈ ദേവി ഹോസ്പിറ്റലിലും മറ്റും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ടോട്ടൽ 25 പേര് വരും. ശരി, ഇനിയും ഉണ്ടാകാം. നമ്മൾ അത് കണക്കുകൾ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. കാര്യം എല്ലായിടത്തും ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. നാളെ വരെ ഇനിയിപ്പോൾ ചെറിയ ഇതായിട്ടൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അതുപോലെ കൗൺസിലിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്. അതേപോലെ പെർമനൻ്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കണം, നടപടി ഉടനെ തന്നെ സ്വീകരിക്കും. അത് മാത്രമല്ലാതെ വേറെ ഒരു പെർമിഷൻ ഇല്ലാതെയാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത്. സോ ആ കാര്യം നമ്മൾ ഉടനെ തന്നെ അന്വേഷിക്കും. അതൊരു കേസ് ഇല്ല, ജസ്റ്റ് അറേഞ്ച് ആയിട്ടില്ല. നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമാക്കാം. ഓക്കെ താങ്ക് യു. എറണാകുളം ജില്ലാ കളക്ടർ NS കെ ഉമേഷാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ യാതൊരുവിധ അനുമതിയും ഇല്ലാതെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്രത്തോളം ശേഖരിച്ചു വെച്ചത്, വെടിക്കെട്ടുണ്ടായത്. അപ്പോൾ അതിലേക്കൊരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. ഉഗ്രസ്ഫോടനമായിരുന്നു, അതിലൊരു മരണമുണ്ട്. ആകെ പരിക്കേറ്റത് 25 പേർക്കാണ്. 18 പേർ സർക്കാർ ആശുപത്രികളിലുണ്ട്, 7 പേർ സ്വകാര്യ ആശുപത്രിയിലാണ്. മെഡിക്കൽ കോളേജിലുള്ള ഒരാളുടെ നിലയാണ് അതീവ ഗുരുതരമായി ഇപ്പോൾ തുടരുന്നത്. അനുമതിയില്ലാതെ സൂക്ഷിച്ചു എന്ന് പറയുകയാണ് കളക്ടർ. വിഷ്ണു സുരേഷ് കുടിച്ചിരുന്നു. വിഷ്ണു, അപകടത്തിൻ്റെ വലിയ ഞെട്ടൽ, വലിയ ആഘാതമുണ്ട്. അത് ആ മേഖലയ്ക്ക് മാത്രമല്ല നാടിന് മൊത്തമുണ്ട്. ആഘാതം കുറച്ചെങ്കിലും അടങ്ങുമ്പോൾ ഉയരുന്ന ചോദ്യം, യാതൊരുവിധ നിയമത്തിൻ്റെ അനുവാദവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തു ശേഖരിച്ചത്. വലിയ ജനവാസ മേഖലയിൽ അരുതാത്ത സംഭവങ്ങൾ ഉണ്ടായി എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് വിഷ്ണു? ആഷ്മി, തീർച്ചയായും അങ്ങനെയാണ്. കാരണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം, വീടുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു പ്രദേശത്ത് ഇത്രയേറെ ഉഗ്രസ്ഫോടനമുള്ള ഈ പടക്ക വസ്തുക്കളുമായി എങ്ങനെയാണ് ഒരു ലോറിക്ക് എത്താൻ സാധിക്കുകയും അതിവിടെ മണിക്കൂറുകളോളം സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്ത ഒരു ചോദ്യമായി തുടരുന്നു. ഇന്നലെയും സമാനമായ രീതിയിൽ ലോറി ഇവിടെ എത്തി പടക്കങ്ങൾ സൂക്ഷിച്ചു, വൈകിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇന്നും സമാനമായ രീതിയാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. കൃത്യമായൊരു വീഴ്ച ഇതിന് സംഭവിച്ചിട്ടുണ്ട്. അതിന് മറുപടി പറയേണ്ടത് ക്ഷേത്ര കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകളാണ്. കാരണം ഈ സ്ഥലം ക്ഷേത്രത്തിൻ്റെതാണെന്നുള്ള ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ട ആളുകൾ ഈ ക്ഷേത്ര കമ്മിറ്റി ഉത്സവത്തിന്റെ ആളുകളാണ്. കഴിഞ്ഞ മുൻപ് വർഷങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ ഇവിടെ തന്നെയാണ് സൂക്ഷിച്ചിരുന്നതെന്നൊരു ആരോപണവും നിലവിൽ ഉയരുന്നുണ്ട്. കളക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നു, ഒരു തരത്തിലുള്ള അനുമതിയും ഈ ആളുകൾ ഈ പടക്കം ഇവിടെ സൂക്ഷിക്കുന്നതിന് വേണ്ടി വാങ്ങിയിരുന്നില്ല എന്നുള്ളതാണ്. അത് ഗുരുതരമായ വീഴ്ചയാണ്. കാരണം ഇത്രയും ഉഗ്രസ്ഫോടനത്തിലുള്ള ഈ വസ്തുക്കൾ ഇവിടെ സൂക്ഷിക്കുമ്പോൾ കളക്ടറെയോ അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലെങ്കിലും അറിയിക്കണം. പക്ഷേ അങ്ങനെ ഒരു തരത്തിലുള്ള നടപടിയും
നടപടിയും ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഈ അപകടം ഇത്തരം തോതിൽ ഈ വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം. മറ്റൊന്ന് ഈ പ്രദേശവാസികളോടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാരോടുമായി പറയാനുള്ളതാണ്, ഈ കെട്ടിടങ്ങളെല്ലാം, അതായത് ഈ പ്രദേശത്തുള്ള കെട്ടിടങ്ങളെല്ലാം വലിയ രീതിയിൽ ബലക്ഷയം നേരിടുന്നുണ്ട്. ആ കെട്ടിടത്തിന്റെ ഉടമകൾ പോലും അതിനകത്തേക്ക് ദയവ് ചെയ്ത് നിലവിൽ കയറരുത് എന്നൊരു കർശന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. കാരണം ആ കെട്ടിടങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും നിലംപതിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള നീല നിറത്തിലുള്ള കെട്ടിടമാണ്, വീടാണിത്. ആ വീടിന്റെ എല്ലാ ജനാൽപ്പാളികളും ഇടിഞ്ഞ് നിലത്തേക്ക് വീഴുന്നു. അതിന്റെ സ്റ്റെപ്പുകൾക്കുൾപ്പെടെ ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും ഉണ്ട്. ആ വീടുകളിലേക്ക് ആളുകൾ കയറുന്നത് പരമാവധി ഒഴിവാക്കണം. അതല്ല എങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കും. നിലവിൽ ഈ വീടുകളിൽ കഴിയുന്ന ചില ആളുകൾ, വൃദ്ധരുൾപ്പെടെയുള്ള ആളുകളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. അവരെല്ലാം മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന ഉറപ്പ്. അതോടൊപ്പം ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നും കളക്ടർ NSK ഉമേഷ് നേരിട്ടെത്തി വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ 25 പേർക്കാണ് പ്രാഥമികമായ കണക്കെടുപ്പിൽ പരിക്കു പറ്റിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിൽ ചില 2 പേരുടെ നില ഒരല്പം ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. ബാക്കി ആളുകൾ സ്വകാര്യ ആശുപത്രികളിലും വീടുകളിലുമായാണ് നിൽക്കുന്നത്. നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം ജില്ലാ കളക്ടറും തമ്മിൽ ചർച്ചകൾ നടക്കും. അതിനുശേഷമായിരിക്കും ഇതിന്റെ ഒരു കാരണത്തിലേക്ക്, എന്ത് കാരണത്തിലാണ് ഈ തീപിടുത്തം ഇവിടെ ഉണ്ടായത് എന്ന നിഗമനത്തിലേക്ക് എത്തുക. പ്രാഥമികമായി നേരത്തെ വന്ന അഭ്യൂഹം ഇത് ഷോർട്ട് സർക്യൂട്ടിലൂടെ, അത് വാഹനത്തിലെ ഷോർട്ട് സർക്യൂട്ടിലൂടെ സംഭവിച്ചു എന്നുള്ളതെല്ലാമാണ്. പക്ഷേ അതാണോ എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് വിശദമായ പരിശോധന ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നടത്തും. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും ആ ഒരു ശാസ്ത്രീയമായ ഒരു ഉറപ്പിലേക്ക് എത്തുക. നിലവിൽ ഫയർഫോഴ്സ് ചില ഇടങ്ങളിൽ നിന്ന് ചെറുതായ രീതിയിൽ തീ ഉയരുന്നുണ്ട്. ആ തീ കെടുത്തുന്നതിനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇത് സ്ഫോടക വസ്തുക്കളാണ്, അതുകൊണ്ട് ഇത് പൂർണ്ണമായും കത്തിത്തീർന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരല്പം ഇനിയും കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് അത് പൂർണ്ണമാക്കുക എന്നുള്ള ദൗത്യമാണ് നിലവിൽ ഫയർഫോഴ്സ് ഏറ്റെടുത്തിരിക്കുക. അതിന്റെ ഭാഗമായാണ് വീണ്ടും ഈ പ്രദേശം ഒന്നുകൂടി വെള്ളം ഒഴിച്ച് നനപ്പിക്കുന്നത്. ഈ വാഹനം, ഇത് സൂക്ഷിച്ചിരുന്ന വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. ഇതിനെ പറമ്പിൽ ഇതുണ്ടായിരുന്ന കാറ് പൂർണ്ണമായും കത്തിനശിച്ചു. ഈ പറമ്പിന് ചുറ്റുമുണ്ടായിരുന്ന ഏകദേശം 10ഓളം വീടുകളിൽ പൂർണ്ണമായും വലിയ രീതിയിൽ കേടുപാടുകൾ മാത്രമല്ല 50ഓളം വീടുകൾക്ക് കേടുപാടുണ്ട്. 2 കിലോമീറ്ററിലേക്ക് അതിന്റെ ആഘാതം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഉറപ്പായും എത്രത്തോളം വലിയ സ്ഫോടനമായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അനുമതിയില്ല എന്നൊക്കെ പറയുന്ന ജില്ലാ കളക്ടർ തന്നെ സ്ഥിരീകരിക്കുമ്പോൾ വലിയ അനാസ്ഥ അവിടെ ഉണ്ടായി. അതിനെക്കുറിച്ച് അന്വേഷണം ഉറപ്പായും ഉണ്ടാകണം. അജീഷ് ജയകുമാർ കുടിച്ചിരുന്നു. അജീഷ്, നേരത്തെ DMO ഡോക്ടർ സക്കീന മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കൃത്യമായും ഇപ്പോഴും 25 പേർക്ക് പരിക്ക് എന്നുള്ളത് ഫൈനലൈസ് ചെയ്യാൻ കഴിയുന്ന കണക്കാണോ, അതോ ഇനിയും കൂടുതൽ പേർ ഏതെങ്കിലും ആശുപത്രിയിൽ ഉണ്ട് എന്നൊരു കൃത്യമായ കണക്കാണോ പറയുന്നത് DMO? അജീഷ്. ഹാഷ്മി, നിലവിൽ DMO പറഞ്ഞത് ഈ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണമാണ്. ഇനിയും ആൾക്കാർ ഒരുപക്ഷെ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയേക്കാം എന്നാണ് DMO പറയുന്നത്. കാരണം ഇതിൽ നേരിട്ട് ഈ അപകടം പറ്റിയത്, പൊട്ടിത്തെറിയിൽ നേരിട്ട് പരിക്കേറ്റത് 6 പേർക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർ, ഈ ബാക്കി 19 പേരെന്ന് പറയുമ്പോൾ ഈ പൊട്ടിത്തെറി ഉണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും അവർക്ക് ഈ സാധനങ്ങൾ തെറിച്ചതും അങ്ങനെ ഇതിന്റെ ആഘാതത്തിൽ പരിക്കേറ്റവരാണ്. നമ്മൾ ഇവിടെ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പ്രായമായ സ്ത്രീ, ഒരു വൃദ്ധയെ ഇങ്ങോട്ട് 108 ആംബുലൻസിൽ എത്തിക്കുകയുണ്ടായി. അവർ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഈ സ്ത്രീക്ക് ഇതിന്റെ ആഘാതത്തിൽ, ഇതിന്റെ ശബ്ദത്തിലുണ്ടായ പേടിച്ചിട്ടാണ് അവർക്കിപ്പോൾ ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെട്ട് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ നിരവധി പേരെ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ DMO പറയുന്ന കണക്കനുസരിച്ച് 18 പേര് സർക്കാർ ആശുപത്രികളിലുണ്ട്. ഇതിൽ ആദ്യം പ്രധാനപ്പെട്ട എല്ലാവരെയും കൊണ്ടുവന്നത് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ്. ഇതിൽ ഗുരുതര പരിക്കേറ്റ 5 പേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. 2 പേരെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 7 പേരാണ് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നത്. ഇനി OP ട്രീറ്റ്മെന്റിലും ചിലർ കഴിയുന്നുണ്ട്. അല്ലാതെ അങ്ങനെ നേരിട്ട് പൊള്ളലേറ്റിട്ടുള്ളവരല്ല കൂടുതലും ഉള്ളത്. നേരിട്ട് പൊള്ളലേറ്റിട്ടുള്ളവർ, അതായത് പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റവർ 6 പേർ മാത്രമാണ് ഉള്ളത്. അതിൽ ഒരാളാണ് വിഷ്ണു, ജീവൻ പൊലിഞ്ഞ വിഷ്ണു. ബാക്കിയുള്ളവർ, അതിൽ 2 പേർ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന, അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് DMO പറയുന്നത്. ബാക്കിയുള്ളവരുടെയൊക്കെ
അപകട നില തരണം ചെയ്തു. അവരുടെ അത്ര പരിക്കൊന്നും അത്ര ഗുരുതരമല്ല. അതുകൊണ്ട് നമുക്ക് നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് 25 പേർ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി കഴിയുന്നുണ്ട്. 7 പേരാണ് പ്രൈവറ്റ് ആശുപത്രികളിലുള്ളത്. ഇവരെല്ലാം സ്വമേധയാ വീട്ടിൽ നിന്ന് അവരുടെ ആശുപത്രിയിലേക്ക് പോയതാണ്. ഇനി കൂടുതൽ പേർ ഒരുപക്ഷെ ഈ ആഘാതം, ഇത്രയും വലിയ പൊട്ടിത്തെറിയും ശബ്ദവും കേട്ടപ്പോഴുണ്ടായ ആഘാതത്തിൽ ഇനി പേർ ഒരുപക്ഷെ കൂടുതൽ പേർ മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയേക്കാം. അവരുടെയൊക്കെ കണക്കുകൾ ആരോഗ്യവകുപ്പ് എടുത്തു വരുന്നതേ ഉള്ളൂ. അതെല്ലാം വരുന്ന മണിക്കൂറുകളിൽ തന്നെ ബുള്ളറ്റിനായി പുറത്തുവിടുമെന്ന് DMO അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു ആഘാതത്തിൽ നിന്ന് മോചനം നേടുവാനായി അതിന്റെ ഈ പ്രദേശത്തുള്ള വീടുകളിലുമൊക്കെ കൗൺസിലിംഗ് നടത്തുന്നതിനുള്ള ഏർപ്പാടുകൾ ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇനി ഇതിന്റെ രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ അവശിഷ്ടങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം അടുത്ത ഘട്ട നടപടി എന്ന നിലയ്ക്ക് അങ്ങോട്ടേക്ക് ആരോഗ്യവകുപ്പിന്റെ കൗൺസിലിന് വേണ്ടിയിട്ടുള്ള ആളുകളെ അയക്കുമെന്ന് DMO പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നിർദ്ദേശം ആരോഗ്യമന്ത്രി നേരിട്ട് തന്നെ DMOയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ജീവനക്കാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്തേക്ക് പോയി ഇവിടെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം നോർമലായതിനു ശേഷം ഒരു വീടുകളിൽ പോയി ഇവിടുത്തെ പ്രായമായ ആളുകളെയും അതേപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്നവരെയും ഒക്കെ നേരിട്ട് കണ്ട് അതിനുള്ള കൗൺസിലിംഗിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ 25 പേരാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി ഈ പൊട്ടിത്തെറിയുടെ ബാക്കിയായി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു. അതിൽ 6 പേരാണ് നേരിട്ട് പൊള്ളലേറ്റിട്ടുള്ളത്. ഹാഷ്മി, അജീഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ 2 പേരുടെ പരിക്കാണ് നില ഇപ്പോൾ ഗുരുതരമായി തുടരുന്ന. മൊത്തം 18 പേർ, 25 പേർക്ക് പരിക്കുണ്ട്. കുറേയധികം പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്ന് പറയുകയാണ്. ശ്രീപ്രിയ രാധാകൃഷ്ണൻ പറയുന്നു, ഇതിനു മുൻപ് നടക്കാവ് അമ്പലത്തിൽ അപകടം ഉണ്ടായപ്പോൾ ഇവിടുത്തെ വെടിക്കെട്ട് നിർത്തിവെച്ചിട്ടുള്ളതാണെന്ന് പറയുന്നു. അയ്യൂബ് ഖാൻ പറയുന്നു, അപകടങ്ങൾ കൂടുമ്പോഴും വെടിക്കെട്ടിന് അനുമതി നൽകുന്ന നിയമപാലകരാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. പക്ഷേ ഈ അനുമതിക്കായി ആരും തേടിയിട്ടില്ല, അനുമതി കൊടുത്തിട്ടില്ല എന്നാണല്ലോ ജില്ലാ കളക്ടർ NSK ഉമേഷ് അടക്കം പറയുന്നത്. അപ്പോൾ അനുവാദം തേടിയിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ പിഴവാണ്. അതിലേക്ക് അന്വേഷണം പോകും. 2 പേർ കസ്റ്റഡിയിലുണ്ട്. പ്രതാപ് കുമാർ പറയുന്നു, എല്ലാ വിഭാഗക്കാരും വിശ്വാസങ്ങൾക്കുപരിയെ കൂട്ടായി ചർച്ച നടത്തി വെടിക്കെട്ട് മാനയും നിയന്ത്രണ വിധേയമാക്കണം, ദുരന്തങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ വെടിക്കെട്ടിനോട് അതിൻ്റെ ഞെട്ടൽ ഉറപ്പായും പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വലിയ പൊട്ടിത്തെറിയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതികരണം ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സുഹ്റാം മോദി ചോദിക്കുന്നു, അബുദാബിയിൽ നല്ല തണുപ്പല്ലേ അശ്വിനി ചോദിക്കുകയാണ്. അബുദാബിയിൽ നല്ല തണുപ്പുണ്ട്. അബുദാബി KMC സംഘടിപ്പിച്ച ഒരു മീഡിയ സെമിനാർ പങ്കെടുക്കാൻ വേണ്ടി അബുദാബി പോയിരുന്നു. നല്ല തണുപ്പുണ്ട്. മാത്രമല്ല ഇന്നലെ അവിടെ മഴയൊക്കെ പെയ്യുന്നു. അവിടെ മാത്രമല്ല, അവിടെ ദുബായിലൊക്കെ ഇന്നലെ നല്ല മഴയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. സനൂപ് കെ പറയുന്നു, ആഷ്മി എക്സാലോജിക്കിൻ്റെ ഹർജിയെപ്പറ്റി അപ്ഡേറ്റ്സ് ഒന്നും കണ്ടില്ല. ദ അപ്ഡേറ്റ്സ് മാസപ്പടി വിവാദത്തിൽ SFI അന്വേഷണത്തിനെതിരെ KSIDC നൽകിയ ഹർജി പരിഗണിക്കുന്നത് മാറ്റി. ഈ മാസം 26-ന് ഹർജി വീണ്ടും പരിഗണിക്കും. തങ്ങൾക്കെതിരെ തെളിവുകളില്ലെന്ന് KSIDC കോടതിയെ അറിയിച്ചു. അന്വേഷണത്തിലൂടെ മാത്രമേ പങ്ക് വ്യക്തമാകൂ എന്നാണ് SFIയുടെ വാദം. ശ്രീകാന്ത് വിവരങ്ങൾ വച്ചിരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് കോടതിയിൽ ഉണ്ടായത്? കോടതി നടത്തുന്ന പരാമർശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാന്ത്, ഇന്ന് ഈ KSIDCയോട് കൂടുതൽ ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കുറ്റം ചെയ്തിട്ടുണ്ടെന്ന ചിന്ത വേണ്ട, അന്വേഷണത്തോട് സഹകരിക്കുകയല്ലേ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് കോടതി KSIDCയോട് പറഞ്ഞു. കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന ചിന്ത വേണ്ട, സത്യം കമ്പ്യൂട്ടേഴ്സ് കേസിൽ സ്വതന്ത്ര ഡയറക്ടർമാരുൾപ്പെട്ട കമ്പനിയിലേക്ക് അന്വേഷണം നീണ്ടത് ഓർമ്മയില്ലേ എന്ന് കോടതി ചോദിച്ചു. KSIDCക്ക് CMRL-ൽ നാമനിർദ്ദേശം ചെയ്ത ഡയറക്ടർ ഇല്ലേ എന്നൊരു ചോദ്യം കോടതിയിൽ നിന്നുണ്ടായി. അന്വേഷണം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് KSIDCയോട് കോടതി ചോദിച്ചു. CMRL-നും മറ്റുള്ളവർക്കുമെതിരായ അന്വേഷണത്തെ തങ്ങൾ എതിർക്കുന്നില്ല, പക്ഷെ തങ്ങൾക്കെതിരെ എന്തിന് അന്വേഷണം നടത്തണം? തങ്ങൾ വെറും ഷെയർ ഹോൾഡർ മാത്രമാണ്, നേരിട്ട് ഈ കേസിൽ യാതൊരു ബന്ധവുമില്ല. എക്സാലോജിക് CMRL കേസ് വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് KSIDC മറുപടിയായി നൽകിയത്. തുടർന്ന് കോടതി ചോദിച്ചത് KSIDCയുടെ ഉദ്ദേശശുദ്ധി എന്തെന്ന് വ്യക്തമാക്കിയേ തീരൂ എന്ന് KSIDCയും പറഞ്ഞു. കേന്ദ്രം പറഞ്ഞത് ഈ അന്വേഷണം തടസ്സപ്പെടുത്താനാകില്ല. നേരത്തെ ഒരു സുപ്രീം കോടതി വിധിയുണ്ട്, അത് SFIO അന്വേഷണം, അത് സഹാറ കേസിലാണ്. ഈ SFIO അന്വേഷണം തടസ്സപ്പെടുത്താൻ ഒരു തരത്തിലും സാധിക്കില്ല എന്ന് സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി പറയുകയും ചെയ്തു. സത്യം പുറത്തു വരുന്നത് KSIDCക്കും നല്ലതല്ലേ എന്ന് SFIO അഭിഭാഷകൻ ചോദിച്ചു. തുടർന്ന് കൂടുതൽ സാവകാശം KSIDC തേടി 26-ലേക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. അന്വേഷണം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് KSIDCയോട് കോടതി ചോദിക്കുമ്പോൾ എന്തായിരുന്നു അഭിഭാഷകന്റെ മറുപടി? CS വൈദ്യനാഥൻ തന്നെയാണോ KSIDCക്കായി ഹാജരായത്? ഇന്നും CS വൈദ്യനാഥൻ തന്നെയാണ് ഈ കേസിൽ KSIDCക്ക് വേണ്ടി ഹാജരായത്. അന്വേഷണം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്, അതായത് തങ്ങൾ ഇതിൽ ഡയറക്ടർ SFIO അന്വേഷണത്തിനെതിരെയാണ് KSIDC ഇന്നും വാദിച്ചത്. എന്താണ് KSIDCക്ക് വാദം സമർപ്പിക്കുന്നതിന് വേണ്ടി ഹർജി മാറ്റിവെച്ചു. ഇപ്പോൾ വരുന്നൊരു വാർത്ത, പുതിയകാവ് ക്ഷേത്ര ഭരണസമിതിക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ്. ഇന്നലെ അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിനാണ് കേസെടുത്തത്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം ഹിൽ പാലസ് പോലീസാണ് കേസെടുത്തത്. അനുമതിയില്ലാതെയാണ് വെടിക്കെട്ട് നടത്തിയതെന്ന് ജില്ലാ കളക്ടർ അടക്കം പറഞ്ഞിരുന്നു. തുടർന്ന് സ്വാഭാവികമാണ് കേസെടുക്കൽ. അതിൻ്റെ അന്വേഷണ നടപടി അതിൻ്റെ മുറയ്ക്ക് വഴിക്ക് നടക്കട്ടെ.
ആളെക്കൊല്ലി കാട്ടാനെ വളഞ്ഞ് ദൗത്യസംഘം. വയനാട് മാനന്തവാടിയിൽ പടമല സ്വദേശി അജീഷിനെ കൊന്ന ബേലൂർ മഖന ഉടൻ മയക്കുവെടി വെക്കും. ദൗത്യസംഘം ആനയുടെ 100 മീറ്റർ അരികെ വരെ എത്തി. 4 കുങ്കിയാനകളും ദൗത്യത്തിനുണ്ട്. ആന കർണാടകത്തിലേക്ക് കടക്കാതിരിക്കാൻ ശ്രമം തുടരുകയാണെന്ന് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞു. മാനന്തവാടിയിൽ പ്രതിഷേധം തുടരുകയാണ്. BJP പ്രവർത്തകർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, മയക്കുവെടി വെക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പോസിറ്റീവായി തന്നെ നിൽക്കുകയാണോ? നിലവിൽ അത്തരത്തിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. കാരണം ഈ ദൗത്യ സംഘം ഈ ആനയുടെ 100 മീറ്റർ വരെ പരിധിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് വനത്തിനകത്തു നിന്നും ഇപ്പോൾ ലഭ്യമാവുന്നത്. മയക്കുവെടിയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ വലിയ രീതിയിൽ ചൂടുണ്ട്. ആ ചൂട് ഒരുപക്ഷെ ഈ മയക്കുവെടിയെ ബാധിക്കാം, ആ ഒരു സമയത്തെ ബാധിക്കാം എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ചൂടൊന്ന് കുറയുന്ന മുറയ്ക്കാകും ചിലപ്പോൾ ഒരുപക്ഷെ ഈ മയക്കുവെടി എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കാനുള്ള സാധ്യത എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത്. നമ്മൾ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ പോലും പറയുന്നത് ഈ ഒരു ഒന്ന് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രശ്നമുണ്ട്. കാരണം കുറ്റിക്കാടുകളും മുൾക്കാടുകളും നിറഞ്ഞ പ്രദേശമാണ്. 4 കുങ്കിയാനകൾ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല 4 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ വനംവകുപ്പ് ഈ ആനയെ ട്രേസ് ചെയ്ത് അതിനെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യത്തിലേക്ക് കടക്കുന്നത് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത്. പ്രതിഷേധവും പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇന്ന് രാവിലെ മാനന്തവാടി DFO ഓഫീസിൽ ഉപരോധം BJP പ്രവർത്തകർ സംഘടിപ്പിച്ചിരുന്നു. യുവമോർച്ച പ്രവർത്തകർ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിരുന്നു. അവരെയെല്ലാം തന്നെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. മാത്രമല്ല പ്രാദേശികമായും വലിയ രീതിയിലുള്ള വിമർശനം വനംവകുപ്പിനെതിരെ ഉയരുന്നുണ്ട്. ദൗത്യം നടക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള വിമർശനം ഉയരുന്നത്. പക്ഷേ കൃത്യമായ സമയം, സന്ദർഭം, ഇതെല്ലാം അനുയോജ്യമായ ഇടം എല്ലാം കിട്ടിയാലേ മയക്കുവെടി എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ ആ മയക്കുവെടിയിലേക്ക് പോകണമെങ്കിൽ ഒരുപക്ഷെ ഒന്ന് ഭൂമിശാസ്ത്രപരമായ പ്രശ്നമുണ്ട്, മറ്റൊന്ന് കനത്ത ചൂടുണ്ട്. ഈ രണ്ടും നോക്കിയ ശേഷം മാത്രമേ മയക്കുവെടിയിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് നിലവിൽ വനംവകുപ്പിന് ഉള്ളത്. ഹാഷ്മി, എന്തായാലും ദൗത്യസംഘത്തിന്റെ കൺവട്ടത്ത് തന്നെ ആനയുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ ദൗത്യസംഘത്തിന്റെ ഏത് സമയം മയക്കുവെടി വെക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ തന്നെ വെക്കാൻ പരുവത്തിന് ആന നിൽപ്പുണ്ടല്ലേ സുർജിത്ത്? അങ്ങനെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായ വിവരം. നമ്മളിത് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ആദ്യഘട്ടത്തിൽ, അതായത് ആദ്യം കണ്ടത്, അത് രാവിലെ കാടിനകത്തേക്ക് കയറിയ ഘട്ടത്തിൽ കണ്ടത് ഈ സിഗ്നൽ മാത്രമായിരുന്നു. ആ സിഗ്നൽ കേന്ദ്രീകരിച്ച്, റേഡിയോ കോളറിൻ്റെ സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ദൗത്യസംഘം തൊട്ടടുത്ത് ആനയുടെ അടുത്ത് ഏതാണ്ട് 100 മീറ്റർ ചുറ്റളവിൽ തന്നെ ആന ഈ ദൗത്യസംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. 2 ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം, ഡോക്ടർ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെ വെറ്റിനറി ടീം ഡാർട്ടിങ്ങിന്റെ ഭാഗമായി അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതായത് മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഒത്തിണങ്ങിയാൽ, അതായത് ഒന്ന് സമയം, സന്ദർഭം, സാഹചര്യം ഇത് ഒത്തിണങ്ങിയാൽ മാത്രമേ മയക്കുവെടിയിലേക്ക് പോകൂ. എന്തായാലും ഇന്ന് തന്നെ മയക്കുവെടി വെക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ലഭ്യമാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഉറപ്പ് പാലിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ് ആളുകളെ സംബന്ധിച്ചുള്ളത്. ആളുകൾക്ക് വലിയ രീതിയിലുള്ള അമർഷം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ അവർ ഇന്ന് ഈ ദൗത്യം നടക്കുമെന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാക്ക് വിശ്വസിച്ച് തന്നെയാണ് ജനങ്ങളും നിലകൊള്ളുന്നത്. CCF, ദീപ, KS ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ, സ്ഥിതിഗതികളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത്. ബേലൂർ മഖന ദൗത്യസംഘത്തിന്റെ കൺവട്ടത്ത് തന്നെയുണ്ട്. എപ്പോൾ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഒക്കെ ആവുന്നു അപ്പോൾ തന്നെ മയക്കുവെടി വെക്കും, ഇന്ന് തന്നെ വെക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവിടെ വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം സ്വാഭാവികമാണ്. കുറേ അധികം പേർക്ക് ആശ്രയമായ ഒരു മനുഷ്യനെ ചവിട്ടിക്കൊന്ന ആനയാണ്. അപ്പോൾ അതിനെ മയക്കുവെടി വെച്ച് തളയ്ക്കണം, അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അങ്ങേയറ്റം സ്വാഭാവികമാണ്. അതുകൊണ്ട് ആ പ്രതിഷേധവും സ്വാഭാവികമാണ്. ഈ കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസി കൊല്ലപ്പെട്ടതിൽ 1-ാം പ്രതി സർക്കാർ എന്ന് പറയുന്നു പ്രതിപക്ഷം. നിയമസഭയിൽ ബോധമില്ലാത്ത ആനയല്ല, കഴിവുകെട്ട സർക്കാരാണ് കുറ്റക്കാർ എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വനം വകുപ്പിന് ഉത്തരവാദിത്തം വന്യജീവികളെ സംരക്ഷിക്കലാണെന്നും മനുഷ്യരുടെ സുരക്ഷയിൽ വീഴ്ച വരുത്താറില്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വയനാട്ടിലെ കാട്ടാനയാക്രമണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് T. സിദ്ദീഖാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. നിലവിലെ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സിഗ്നൽ വിവരങ്ങൾ കൈമാറുന്നതിൽ കർണാടക വീഴ്ച വരുത്തിയതിന് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തരുതെന്നും മന്ത്രി. സർ, ഇപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണ്? 10 ലക്ഷം രൂപ കൂടുതൽ സംഖ്യ വേണമെന്നുള്ള ആവശ്യമൊക്കെ സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപ കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ജോലി സാധ്യത പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും സഹായം നൽകാൻ കഴിയാൻ എന്തെങ്കിലും
വകുപ്പുകളുണ്ടോ, സാധ്യതയുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആനയെ ട്രേസ് ചെയ്യാനുള്ള പാസ്വേഡ് അടക്കം കിട്ടിയിട്ടും സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആളുകളുടെ സ്വത്തും ജീവനും സർക്കാർ വന്യജീവികളുടെ ദയാവായ്പിനായി വിട്ടുകൊടുത്തിരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. മരണഭയത്തിന് ഇടയിൽ നിൽക്കുന്ന ആളുകളാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോഴുള്ള സ്വാഭാവികമായ പ്രതികരണമാണ്. ഇനി അവർ മാവോയിസ്റ്റുകളാണ്, അവർ തീവ്രവാദികളാണ്, അവർ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞാൽ അവരുടെ മെക്കിട്ട് കയറാൻ പോകണ്ട. അവരെ വെറുതെ വിട്. പാവങ്ങളാണ്, ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ആളുകളാണ്. സർ, ഞാൻ അവസാനിപ്പിക്കുക. ഇന്നലെ ദീപിക ഒരു മുഖപ്രസംഗം എഴുതി. അതിൻ്റെ ഹെഡിങ് എന്തായിരുന്നു അറിയാമോ? ബോധമില്ലാത്ത ആനയല്ല, കഴിവ് കെട്ട സർക്കാരാണ് പ്രതിയെന്ന. സർ, അത് തന്നെയാണ്. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. വന്യജീവികൾക്ക് മന്ത്രി സംരക്ഷണം കൊടുക്കേണ്ടത് കാട്ടിലാണ്, നാട്ടിലല്ലെന്ന് ടി സിദ്ദീഖ്. 10 വർഷത്തിനിടയിൽ വന്യജീവി ആക്രമണങ്ങളിൽ വയനാട്ടിൽ 56 പേർക്ക് ജീവൻ നഷ്ടമായെന്നും സർക്കാർ പരാജയമെന്നും ടി സിദ്ദീഖ് ആരോപിച്ചു. ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൊഴയാനയെ കൃത്യമായി നിരീക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട, ജനങ്ങൾക്ക് അപകടത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട അതിർത്തി ജില്ലയാണ് സാർ വയനാട്. അവസാനിച്ചു. അതിർത്തി ജില്ലയാണ്. കർണാടക, തമിഴ്നാട് മുഴുവൻ വനമേഖല അന്തർ സംസ്ഥാന കോർഡിനേഷനെ കുറിച്ച് ഇന്ന് പറഞ്ഞത് ഈ മൊഴയാന വന്നതായ ബേലൂർ മഗ്ന എന്ന് പറയുന്ന ഈ ആന വന്ന സന്ദർഭത്തിൽ നിങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ അജി എന്ന് പറയുന്ന സാധാരണക്കാരൻ ഇപ്പം മരിക്കില്ല. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 24 തിരുവനന്തപുരം. വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാർ വരുത്തുന്നത് വലിയ കൃത്യവിലോപമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പളാനി. മനുഷ്യത്വരഹിതമായ നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. മുന്നറിയിപ്പ് നൽകുന്നതിൽ വനം വകുപ്പ് പരാജയപ്പെട്ടു. മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് വനം വകുപ്പ് കൂട്ടുനിന്നുവെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നും ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി പറയുന്നു. ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങിയപ്പോൾ യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യവിലോപം മാത്രമല്ല, മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് കൂട്ടുനിന്ന പ്രവൃത്തിയാണ് വാസ്തവത്തിൽ ഇവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ മനഃപൂർവമായ നരഹത്യയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ള കുറ്റം ചുമത്തി നടപടി സ്വീകരിക്കണം. എന്തായാലും എത്രയും പെട്ടെന്ന് മോഴയാനെ ബേലൂർ മക്കനെ വരുതിയിലാക്കാൻ കഴിയട്ടെ വനം വകുപ്പിന്. ഇതാ പൊട്ടിത്തെറിച്ചത് മത്സര വെടിക്കെട്ടിന് വേണ്ടി ശേഖരിച്ച സ്ഫോടക വസ്തുക്കൾ എന്ന് പറയുന്നു. മത്സരം വടക്കുംപുറം തെക്കുംപുറം കരക്കാർ തമ്മിലായിരുന്നു. ഇന്നലെ തെക്കുംപുറം വിഭാഗം വെടിക്കെട്ട് കഴിഞ്ഞു. ഇന്ന് വടക്കുംപുറംകാരുടെ വെടിക്കെട്ടാണ്. അതാണ് ശേഖരിച്ച അത് മാത്രമല്ല, ഭരണസമിതി, പടക്കം എത്തിച്ചവർ, ഉത്സവ കമ്മിറ്റി എന്നിവർക്കെതിരെ ഹിൽ പാലസ് പോലീസ് കേസെടുത്തിരിക്കുന്നു വാർത്ത കൂടി ഈ സമയം വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളടക്കം നമ്മൾക്കെത്താം. അതിനു മുൻപ് മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ ചേരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. നോക്കാം ബിസിനസ് ഹെഡ്ലൈൻസ്. സമ്മിശ്ര ആഗോള വിപണി സൂചനകൾക്കിടയിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം. ബെഞ്ച് മാർക്ക് സൂചികകളായ സെൻസെക്സിലും നിഫ്റ്റിയിലും ഇടിവ്. ബാങ്ക് ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം. BSE മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകളിൽ 2% നഷ്ടം. പണപ്പെരുപ്പ കണക്കുകളിൽ ഉറ്റുനോക്കി നിക്ഷേപകർ. ത്രൈമാസ പ്രകടനങ്ങൾ പുറത്തുവിടാനൊരുങ്ങി മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ. 5 പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിലേക്ക് ചേർത്തേക്കും. ഇന്ത്യയിലേക്ക് $1 ബില്യൺ നിക്ഷേപത്തിനും സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. അയോധ്യയിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ ആരംഭിക്കാൻ തീരുമാനിച്ച് ഓൺലൈൻ ട്രാവൽ അഗ്രിഗേറ്റർ ഈസ് മൈ ട്രിപ്പ്. കമ്പനി ജീവനി ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് വഴി 100 കോടി രൂപ വരെ ഹോട്ടലിനായി നിക്ഷേപിക്കും. അയോധ്യയ്ക്കും ലക്ഷദ്വീപിനും ശക്തമായ ടൂറിസം അടിത്തറ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും കമ്പനി വിലയിരുത്തൽ. ത്രൈമാസ പ്രകടന കണക്കുകൾ പുറത്തുവിട്ട് ഹീറോ മോട്ടോകോർപ്പ്. കമ്പനിയുടെ അറ്റാദായത്തിൽ 51% വളർച്ച. പ്രകടന വളർച്ച കൈവിട്ട് ഓഹരി വില 4% ഇടിഞ്ഞു. തിരിച്ചടിയായത് മൂല്യനിർണ്ണയ ആശങ്കകൾ. വോൾട്ട് ഡിസ്നി ഏറ്റെടുക്കാൻ തീരുമാനിച്ച റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ലയന ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. നിർദ്ദിഷ്ട സംരംഭത്തിൽ $1.5 ബില്യൺ വരെ നിക്ഷേപിക്കാനും സാധ്യത.
ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഒരു വലിയൊരു തിരുത്തലിന്റെ പാതയിലാണ്. വലിയ രീതിയിലുള്ള ഒരു വിൽപ്പന സമ്മർദ്ദം, ഓഹരികളിലൊരു വിൽപ്പന സമ്മർദ്ദം നമുക്ക് പ്രകടനമായി കാണാൻ സാധിക്കും. രാവിലെ ഒരു പോസിറ്റീവ്, ഒരു ഗ്രീൻ സിഗ്നലൊക്കെ തന്നെ വിപണിയിൽ വന്നിരുന്നെങ്കിലും അത് വളരെ നേരം നീണ്ടു നിന്നില്ല. പിന്നീട് വലിയൊരു റെഡ് സിഗ്നലിലേക്കാണ് ഇന്ത്യൻ വിപണി പോയത്. വലിയ രീതിയിൽ ബാങ്കിംഗ് ഓഹരികളിലൊക്കെ തന്നെ വലിയൊരു വിൽപ്പന സമ്മർദ്ദം നേരിടുകയാണ്. ഇനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിലെ സൂചികളൊക്കെ തന്നെ ഒരു റെഡ് സിഗ്നലിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50 138 പോയിന്റ് ഇടിവിൽ 21,644 എന്ന പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഈ 21,644 എന്ന പോയിന്റ് 21,500 എന്ന പോയിന്റിലേക്കൊക്കെ ഇടുകയാണെങ്കിൽ വലിയ രീതിയിലൊരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടായേക്കാം എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇന്ന് 21,831 എന്ന ഹൈ പോയിന്റിലേക്ക് എത്തിയതിനു ശേഷമാണ് ഈ രീതിയിലേക്കൊരു ഇടിവുണ്ടായിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്, നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചികളിലൊക്കെ തന്നെ ഒരു 2% നഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ വിൽപ്പന സമ്മർദ്ദം ഉണ്ടായത് ഫിനാൻഷ്യൽ ഓഹരികളാണ്. നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് വലിയൊരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് 794 പോയിന്റ് ഇടിഞ്ഞ് 44,839 എന്ന നിലയിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. അതുപോലെ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസും 307 പോയിന്റ് ഇടിവിൽ 19,896 എന്ന കണക്കിലാണ്. ICICI, യെസ് ബാങ്ക് ഓഹരികളിലൊക്കെ തന്നെ വലിയൊരു വിൽപ്പന സമ്മർദ്ദം നമുക്ക് കാണാൻ സാധിക്കും. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിലും സെൻസെക്സും ഒരു റെഡ് സിഗ്നലിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഒരു നെഗറ്റീവ് മോഡല് 415 പോയിന്റ് താഴ്ന്ന് 71,180 എന്നൊരു നിലയിലാണ്. ഇനി പണപ്പെരുപ്പ കണക്കുകളൊക്കെ വൈകുന്നേരത്തോടു കൂടി വരാനിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ ഉറ്റുനോക്കിയാണ് നിരീക്ഷകർ. ഒരുപക്ഷെ ഈ ഒരു ആശങ്കകൾക്കിടയിലായിരിക്കാം വലിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് വീണ്ടെടുക്കൽ അല്ലെങ്കിൽ ഒരു വിൽപ്പന നടത്തി വലിയൊരു ലാഭമെടുക്കലൊക്കെ തന്നെയായിരിക്കാം വിപണിയിലെ ഒരു നെഗറ്റീവ് മോഡലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി നമുക്ക് മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് ഇന്ന് ഇൻട്രാഡേ ട്രേഡിൽ നമുക്കൊപ്പം ചേർന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഒരു നെഗറ്റീവ് മോഡലിലേക്ക് പോയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നേരിടുന്നത് ബാങ്ക് ഓഹരികളാണ്. ഒരുപക്ഷെ RBIയുടെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ RBIയുടെ ഒരു പണനയ അവലോകന യോഗത്തിന് ശേഷം അല്ലെങ്കിൽ പ്രഖ്യാപനത്തിന് ശേഷം വലിയ രീതിയിൽ ഒരു മാറ്റം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വന്നത് ബാങ്കിങ് ഓഹരികളിലായിരിക്കാം. അത് ഏതൊക്കെ രീതിയാണ് വിപണിയെ നിർണ്ണയിക്കുന്നത്? വലിയൊരു കൺസോളിഡേഷൻ ആണോ സാധ്യത? ബാങ്കിങ് ഓഹരികളിൽ മാത്രമല്ല ഇന്ന് താഴ്ച വന്നിരിക്കുന്നത്. ബാങ്കിങ് ഓഹരികളിൽ താഴ്ന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം ബാങ്ക് ഷെയർസ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം മുമ്പൊക്കെ വാങ്ങിച്ച പലർക്കും ഏകദേശം ഇരട്ടിയോളം ആയിട്ടുള്ള ഷെയറുകൾ വരെ ബാങ്കിങ് സെക്ടറിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു വിൽപ്പന സമ്മർദ്ദം വരുന്നതിനകത്ത് തെറ്റില്ല. പക്ഷേ ഇന്ന് അതുപോലെ തന്നെ ഇന്ന് പബ്ലിക് സെക്ടർ കമ്പനീസിനകത്തും ഇന്ന് നല്ലൊരു സെല്ലിംഗ് വന്നിട്ടുണ്ട്. REC, NMDC, NHPC, കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയ കമ്പനികളിലൊക്കെ 5% മുതൽ 10% വരെ ഷെയറിൻ്റെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റോക്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ നന്നായി കയറിയിരുന്നു. അതിലും ഒരു 7% മുതൽ 10% വരെ ഇർക്കോൺ, ടെക്സ്റെയിൽ, RVNL, IRFC തുടങ്ങിയ ഷെയറുകളെല്ലാം ഇതുപോലെ 7 മുതൽ 10% വരെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പബ്ലിക് സെക്ടറും അതുപോലെ റെയിൽവേ കമ്പനികളുടെ ഷെയറുകളും അതിൻ്റെ മൂല്യത്തെക്കാൾ ഉപരി ഉയർന്നു എന്ന് പറഞ്ഞ ചില ന്യൂസുകളൊക്കെ വന്നിരുന്നു. അതിൻ്റെ ബലത്തിലായിരിക്കാം ഇന്ന് ഇത്രയും ആ ഷെയറുകൾ താഴാൻ കാരണം എന്നുള്ളതിന് സംശയമില്ല. ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് കരുതിയാൽ മതി. എന്ത് തന്നെയാണെങ്കിലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 21,540, 21,475 തുടങ്ങിയ ലെവലുകളൊക്കെ നല്ല സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും. അതുകൊണ്ട് മാർക്കറ്റ് പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി ചേർന്നത്. നിക്ഷേപകർ വലിയ രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്നു. ആ രീതിയിലായിരിക്കാം ആ ഒരു സമ്മർദ്ദമായിരിക്കാം മാർക്കറ്റിലെ നിലവിലെ ഒരു നെഗറ്റീവ് നോട്ടിന് കാരണം. ഇനി US ഫെഡറൽ റിസർവ് കുറയ്ക്കുന്നതിനും മറ്റും നിക്ഷേപകർ ഉറ്റുനോക്കുകയാണ്. അത്തരം വാർത്തകളെല്ലാം വരും മണിക്കൂറുകളിൽ അറിയാം. ഇനി ബാക്ക് ടു ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1 മണി കഴിഞ്ഞ് 39:28. അപ്പോൾ അതൊക്കെയാണ് മാർക്കറ്റിലെ വിശേഷങ്ങൾ. ഇവിടെ ആദിൽ പറയുകയാണ്, 2 കിലോമീറ്റർ ചുറ്റളവിലല്ല തൃപ്പൂണിത്തറ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള നെട്ടൂരിലും സ്ഫോടനത്തിൻ്റെ എഫക്റ്റ് ഉണ്ടായി. എൻ്റെ വീട്ടിൽ വിൻഡോസ് ഡോർ ഭൂം ശബ്ദത്തോടെ കുലുങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ 2 കിലോമീറ്റർ ചുറ്റളവ് അല്ല എന്ന് പറയുമ്പോൾ അടുത്തുള്ള വീടുകളുടെ കേടുപാടുകൾ ഉണ്ടായതിനെക്കുറിച്ച് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത്രത്തോളം വലിയ സ്ഫോടനമാണ്. അത്രത്തോളം വലിയ അത്രയും സംഖ്യ, അത്രയും എമൗണ്ട് സ്ഫോടക വസ്തു ശേഖരിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ഉറപ്പായും
അതിന് അനുമതിയില്ല എന്നുള്ളതാണെങ്കിൽ കൃത്യമായ നിയമ നടപടി ഇതിലുണ്ടാകാം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വേറെ പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, എന്ന് പറഞ്ഞാൽ മൗനമായി ആരെങ്കിലും മൗനാനുവാദം നൽകുന്നുണ്ടോ എന്നടക്കം പരിശോധിക്കണം. അല്ലാതെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം അനുവാദം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കൽ വലിയ കഥയില്ല, ഇനിയും ആവർത്തിക്കും എന്ന തരത്തിലൊരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു. അത് 100% ശരിയാണ്. ഓക്കെ, നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നത് വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിൽ പുനരാലോചനയ്ക്ക് CPIM. വിദേശ സർവകലാശാലകൾ അനുവദിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം CPIM പുനഃപരിശോധിക്കും. വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം PB ചർച്ച ചെയ്യും. CPIയുടെ വിയോജിപ്പ് കൂടി പരിഗണിച്ചാണ് തീരുമാനം. തുറന്ന ചർച്ചയാണ് വേണ്ടതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങളിൽ വലിയ വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് വിദേശ സർവകലാശാല വിഷയത്തിൽ CPIക്കുള്ള എതിർപ്പ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPIമിനെ അറിയിച്ചത്. ഇടതു നയത്തിന് വിരുദ്ധമായ വിദേശ സർവകലാശാല മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യാതെ നടപ്പാക്കാൻ കഴിയില്ലെന്ന് ബിനോയ് വിശ്വം MV ഗോവിന്ദനെ അറിയിച്ചു. കൂടുതൽ ചർച്ച ചെയ്ത ശേഷമേ നടപ്പാക്കൂവെന്ന് MV ഗോവിന്ദൻ മറുപടി പറഞ്ഞതായാണ് വിവരം. CPIയുടെ കടുത്ത എതിർപ്പുൾപ്പെടെ പരിഗണിച്ചാണ് CPIM പുനരാലോചനയ്ക്ക് തീരുമാനിച്ചത്. ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഒരു കാര്യം പറഞ്ഞു വെക്കുകയുണ്ടായി. വിൽ എക്സാം എന്നാണ് പറഞ്ഞത്. എക്സാമിൻ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കണോ അവരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന നിലയിൽ തന്നെയാണ് വിദേശ സർവകലാശാലയും അതേപോലെ തന്നെ സ്വകാര്യ മൂലധന നിക്ഷേപവും വിദ്യാഭ്യാസ മേഖലയിൽ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. ഇടതുനയത്തിൽ വ്യതിയാനമുണ്ടായെന്ന വിമർശനമാണ് CPIമിനെ പ്രതിരോധത്തിലാക്കിയത്. പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്ത ശേഷം മാത്രം തുടർ നടപടി മതിയെന്നാണ് നിലവിലുള്ള തീരുമാനം. PB വിഷയം പരിഗണിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും. ബജറ്റിന്റെ മറുപടി പ്രസംഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ വിദേശ സർവകലാശാല വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയേക്കും. 24 തിരുവനന്തപുരം. അബൂബക്കർ ഇബ്രാഹിം ചോദിക്കുന്നു, ആനയ്ക്ക് കുറച്ച് വെള്ളം ദൗത്യസംഘം വളഞ്ഞു പൊട്ടുമോ? ഇന്നലെ മുതൽ വളയൽ തുടങ്ങിയതാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയം കൃത്യമായി നോക്കുകയാണ്. ആനയ്ക്കൊന്നും സംഭവിക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെ ചൂട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇന്ന് തന്നെ ഉണ്ടാകുമായി കൂടി എന്നാണ് പറയുന്നത്. അരുൺ ബാബു പറയുന്നു, ആനയ്ക്ക് കുറച്ച് വെള്ളം കൊടുക്കാൻ നോക്കുക, ഇനി അതിനെയും കൊല്ലരുത് പ്ലീസ് എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, 2 ദിവസമായി വെള്ളവും ആഹാരവും ഇല്ലാത്ത ആനയ്ക്ക് മിക്കവാറും തണ്ണീർക്കൊമ്പര ഗതിയായിരിക്കും എന്ന് പറയുന്നു. ആനയ്ക്ക് നല്ലത് വരട്ടെ, പക്ഷേ ഒരു പാവ മനുഷ്യനെ ചവിട്ടിക്കൊന്ന ആനയാണ് കേട്ടോ. അപ്പോൾ അതിനോടുകൂടൊരു അനുകമ്പയും ദയാവായ്പും വെച്ചുകൊണ്ട് വേണം ആനയ്ക്ക് സംസാരിക്കണം. വേണ്ടാന്ന് പറയുന്നില്ല. അതിരാവിലെ തന്നെ ആനയെ പിടികൂടാൻ ദൗത്യം ആരംഭിച്ചിരുന്നു. കാട്ടാനയുടെ ഈ സമയത്തെ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ പ്രകാരം ദൗത്യസംഘം 10 ടീമായി തിരിഞ്ഞ് കാട്ടാൻ എത്തിച്ചേരാനുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണം തുടർന്നു. മണ്ണുണ്ടി ഭാഗത്ത് കാട്ടാനെ മയക്കൂടി വെക്കുന്നതിനായി വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ ശ്രമം തുടർന്നു. ഈ ദൗത്യത്തിൽ 4 കുങ്കിയാനകൾ ഉപയോഗിക്കുന്നു തുടങ്ങിയ വനം വകുപ്പിന്റെ ഒരു വാർത്താക്കുറിപ്പ് ഈ സമയം വരുന്നുണ്ട്. റേഷൻ കടകളിലെ കേന്ദ്ര സർക്കാർ ബ്രാൻഡിങ്ങിനും ഭാരതരി വിതരണത്തിനുമെതിരെ നിയമസഭയിൽ രൂക്ഷ വിമർശനവുമായി സർക്കാർ. റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ സെൽഫി പോയിന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ റേഷൻ കടകളിലൂടെ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്ത അരിയാണ് കേന്ദ്രം ഭാരതരി എന്ന പേരിൽ നൽകുന്നതെന്ന് ഭക്ഷ്യമന്ത്രി GR അനിലും പറഞ്ഞു. മുഴുവൻ റേഷൻ കടകളിലും പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും സെൽഫി പോയിന്റും എന്ന കേന്ദ്ര നിർദ്ദേശത്തെ നിയമസഭയിൽ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രത്തെ അറിയിക്കും. ഇതേവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രചരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ്. ഈ കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഇത് ശരിയല്ല എന്നറിയിക്കും. ഇതിവിടെ നടപ്പാക്കാൻ വിഷമമാണെന്നും അറിയിക്കും. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇത് അറിയിക്കാൻ പറ്റില്ല എന്നുള്ളതും പരിശോധിക്കും. സംസ്ഥാന സർക്കാർ റേഷൻ കടകളിലൂടെയും സപ്ലൈകോയിലൂടെയും വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തിരുന്ന അരിയാണ് കേന്ദ്രം ഭാരതരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നതെന്ന് മന്ത്രി GR അനിൽ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തും. കേന്ദ്ര നീക്കം ഫെഡറൽ തത്വത്തിനെതിരാണെന്നും പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നെന്നും മന്ത്രി പറഞ്ഞു. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയാണ്. കേരളത്തിൽ 14,000-ലധികം കടകൾ എല്ലാ ഗ്രാമങ്ങളിലും ഉള്ളപ്പോൾ, ഫലപ്രദമായിട്ടുള്ള പൊതുവിതരണ സംവിധാനമുള്ളപ്പോൾ അതിലൂടെ നൽകുന്നതിന് പകരം നേരിട്ട് മാർക്കറ്റിൽ ചെറിയ കച്ചവടക്കാർ കൊണ്ടുപോകുന്നത് പോലെ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നാട്ടുമ്പുറങ്ങളിലും നഗരങ്ങളിലെയും മാർക്കറ്റുകളിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന ഒരവസ്ഥ സ്വീകരിച്ചിരിക്കുകയാണ്. ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇത് തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ഏജൻസിയിലൂടെ സപ്ലൈകോയിലൂടെയാണ് നൽകിയിരുന്നെങ്കിൽ നമുക്ക് 25 രൂപ നിരക്കിൽ കൊടുക്കാൻ കഴിയുമായിരുന്നു. അരി വിതരണം പുനഃപരിശോധിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.
തൃപ്പൂണിത്തുറയിൽ പൊട്ടിത്തെറിച്ചത് മത്സര വെടിക്കെട്ടിന് എത്തിച്ച സ്ഫോടക വസ്തുക്കൾ. പുതിയകാവ് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തെക്കുംപുറം വിഭാഗം ഇന്നലെ വെടിക്കെട്ട് നടത്തി. ഇന്ന് വടക്കുംപുറം വിഭാഗം വെടിക്കെട്ട് നടത്താനിരിക്കെയാണ് അപകടമുണ്ടായത്. ഈ അനധികൃതമായാണ് വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചതെന്ന് കളക്ടർ പറഞ്ഞു. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് പുതിയകാവ് ക്ഷേത്ര ഭരണസമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വെടിക്കെട്ട് സാമഗ്രികൾ എത്തിച്ചവർക്കുമെതിരെ ഹിൽ പാലസ് പോലീസ് കേസെടുക്കുകയും ചെയ്തു. അശ്വിൻ പാലാഴി, അശ്വിൻ, എന്തുകൊണ്ടാണ് ഇത്ര വലിയ അളവിൽ സ്ഫോടക വസ്തു എന്നതിന് ഉദാഹരണം എന്നതിന് മറുപടിയാകണം ഈ മത്സര വെടിക്കെട്ടിനുള്ള മറുപടി വെടിക്കെട്ടിനുള്ള പടക്ക ശേഖരമായിരുന്നു അത്, അല്ലേ അശ്വിൻ? തീർച്ചയായും ഹാഷ്മി അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും. എന്തായാലും പോലീസ് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ ക്ഷേത്രം ദേവസ്വത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് പോലീസിന്റെ ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ ഒരു വെടിക്കെട്ട് നടന്നിരുന്നു. അതിന്റെ ഭാഗമായി രണ്ടാം ദിവസത്തെ വെടിക്കെട്ടായിരുന്നു നടക്കേണ്ടിയിരുന്നത്. ഇന്നലെ നടന്ന വെടിക്കെട്ടിനെതിരെയും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അതായത് ഇന്നലെ നടന്നത് അനുമതിയില്ലാതെ നടത്തിയ അല്ലെങ്കിൽ അനുമതിക്ക് അപ്പുറത്തേക്ക് നടത്തിയ വെടിക്കെട്ടാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു മത്സര വെടിക്കെട്ടിന്റെ ഭാഗമായി അളവിലേറെ അല്ലെങ്കിൽ അനുമതി ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇത്രയേറെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുകയും അതിന് തീപിടിച്ചുണ്ടായ വലിയൊരു അപകടത്തിൽ 25-ലധികം വരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തെ ഗുരുതരമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നതായും ജില്ലാ ഭരണകൂടം അടക്കം അറിയിക്കുന്നുമുണ്ട്. നിലവിൽ ഇതിന്റെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്നാണ് അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ NSK ഉമേഷ് വ്യക്തമാക്കിയത്. അടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടവും കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഈ ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യങ്ങളും ആലോചനയിലാണ്. കാരണം ഈ സമീപത്തുള്ള വീടുകളിലൊന്നും അടുത്ത കുറച്ച് ദിവസത്തേക്ക് ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ട ദൃശ്യങ്ങളിലടക്കം അത് വ്യക്തമാണ്. അവർക്ക് താമസിക്കാനാകുന്നൊരു സാഹചര്യമല്ല വീടിനുള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ ചില വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തണമെന്നാണ് ജനപ്രതിനിധികളടക്കം പറഞ്ഞത്. അത് ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചനയിലുണ്ട്. അത് ആ കാര്യങ്ങളടക്കം പുറത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും പുതിയതായി വരുന്ന വിവരം ഈ ക്ഷേത്ര ദേവസ്വത്തിനെതിരെ കേസെടുത്ത സംഭവമാണ്. ഒപ്പം ഈ വെടിക്കെട്ട് സാമഗ്രികളുമായി ഇവിടെ എത്തിയ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുമുണ്ട്. അവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതെന്നും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഹിൽ പാലസ് പോലീസാണ് ഈ കേസെടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളുമായി പോലീസും മുന്നോട്ട് പോവുകയാണ്. ഹാഷ്മി. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു പ്രേക്ഷകർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇത് എന്താണ് വലിയ ചൂടുകാലമാണ്, അപ്പോൾ ഇനിയുള്ള വെടിക്കെട്ടുകൾ കൂടി അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നോക്കി വേണം. ഉത്സവകാലമാണ്, ചൂടുകാലമാണ്, അപ്പോൾ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകണം എന്ന് കൃത്യമായി തന്നെ പ്രേക്ഷകൻ പറയുന്നുണ്ട്. വളരെ ശരിയായ കാര്യമാണ്. വലിയ സ്ഫോടന ശബ്ദമുണ്ടായ 1-2 പ്രേക്ഷകർ കൂടി പറയുന്നുണ്ട്. തൃപ്പൂണിത്തുറയ്ക്ക് ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ അത്രത്തോളം വലിയ ഉഗ്രസ്ഫോടനം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 കിലോമീറ്റർ ചുറ്റളവിലല്ല, തൃപ്പൂണിത്തുറ 5 കിലോമീറ്റർ അകലെയുള്ള നെട്ടൂരിലും സ്ഫോടനത്തിൻ്റെ എഫക്റ്റ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. നേരത്തെ വായിച്ച ആ പ്രശ്നം തന്നെയാണത്. മാനന്തവാടിയിലെ ബേലൂർ മഖന എന്ന കാട്ടാനെ വെടിവെക്കാനുള്ള ഒരുക്കങ്ങൾ തുടരുകയാണ്. അതിനിടയിൽ വലിയ പ്രതിഷേധം അവിടെയുണ്ട്. മാനന്തവാടിയിലെ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ആ മേഖലയുടെ ആശങ്ക നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് പ്രതിഷേധങ്ങളായി പരിണമിക്കുകയാണ്. സുർജിത്ത്, അല്പസമയം മുമ്പാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് DFO ഓഫീസിനുള്ളിലൂടെ അതിനടുത്താണ് ഈ KSRTC ഡിപ്പോ. ആ ഡിപ്പോയിലേക്ക് ഒരു ബസ് പോകുന്നുണ്ടായിരുന്നു. ആ ബസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതാണ് പ്രശ്നത്തിന് കാരണം. അത് തടഞ്ഞ ശേഷം പോലീസ് ആ ബസ് അവിടെ നിന്ന് മാറ്റാൻ ശ്രമം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പക്ഷേ നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ട്. നേരത്തെ ഇവർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. ആ മാർച്ചിനിടയിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അവിടെ യൂത്ത് കോൺഗ്രസിന് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിഷേധം ഉണ്ടായി. ആ പ്രതിഷേധങ്ങളൊക്കെ ചെറിയ തോതിൽ സംഘർഷത്തിലെത്തുന്നുണ്ട്. കുറ്റം പറയാൻ കഴിയില്ല. അത് വലിയ ആശങ്ക ആ മേഖലയിലുണ്ട്, വലിയ ഭീതിയും പേടിയും ആ മേഖലയിലുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. പ്രതിഷേധങ്ങളിൽ ആ ഭീതിയൊക്കെ പ്രതിഫലിക്കൽ സ്വാഭാവികമാണ്. അത് ഉണ്ടാവുന്നതേ എത്രയും പെട്ടെന്ന് എന്തായാലും ആനയെ വരുതിയിലാക്കാൻ കഴിയട്ടെ വനം വകുപ്പിന്. ഇവിടെ ഒരു പ്രശ്നം പറയുന്നു. ഉദ്യോഗസ്ഥർ രാജേഷ് B
ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ് ഇതുപോലുള്ള വെടിക്കെട്ട് നടത്താൻ അനുമതി കൊടുക്കുന്നതും ഇതുപോലെയുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതും. ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുക എന്ന് പറയുന്നു. എന്തായാലും ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പായും പരിശോധിക്കും. പക്ഷേ അനുമതി കൊടുത്തിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. അനുമതിക്കായി സമീപിച്ചിട്ടില്ല, അനുമതി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ക്ഷേത്ര ഭരണസമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും ഒക്കെ എതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതൊരു പരിഹാരമല്ലെങ്കിൽ കൂടിയും തൃപ്പൂണിത്തുറയിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെയും സ്ഫോടനത്തിൻ്റെ സമയത്ത് ജനലും വാതിലും കുലുക്കം അനുഭവപ്പെട്ടു എന്ന് ഹാഷിം എന്നൊരു വേറൊരു പക്ഷം പറയുന്നുണ്ട്. രഘുനന്ദൻ പറയുന്നു ഇനി വെടിക്കെട്ട് നടക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ കർശന പരിശോധന വേണമെന്ന് പറയുകയാണ്. അനൂപാർ പറയുന്നു പടക്ക സാമഗ്രികൾ കൈകാര്യം ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള പരിസരം, വീടുകൾ എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. വേനൽച്ചൂടിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്ന സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്നുകൂടി പറയുകയാണ്. അടുത്തൊരു വാർത്തയിലേക്ക്. തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് തിരിച്ചടി. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് തിരിച്ചടി. എം സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്ന ഹൈക്കോടതി വിധി ശരിവച്ചു. സാക്ഷ്യവിസ്താരം ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിൽ വിചാരണ നടപടികൾ നിർത്തിവെക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. എം സ്വരാജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി നിലനിൽക്കുമോ എന്ന വിഷയമാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. മതചിഹ്നങ്ങളടക്കം ഉപയോഗിച്ചു എന്ന വാദം ഉള്ളതിനാൽ വിചാരണ തുടരുന്നതാണ് ഉചിതമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേസിൽ എം സ്വരാജിന്റെ സാക്ഷികളുടെ വിസ്താരം പൂർത്തിയായിട്ടുണ്ട്. കെ ബാബുവിന്റെ ഭാഗത്ത് നിന്ന് ഇനി 2 സാക്ഷികളുടെ വിസ്താരം മാത്രം നടന്നാൽ മതി. ഈ സാഹചര്യത്തിൽ മുൻവിധിയോടെ കേസിനെ സമീപിക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കേസിലെ സ്റ്റേ നീക്കിയ കോടതി വിചാരണ നടപടികൾ പുനരാരംഭിക്കാൻ നിർദ്ദേശിച്ചു. ഫെബ്രുവരി 19 ഹൈക്കോടതി ഇനി കേസ് പരിഗണിക്കുക. എം സ്വരാജിനെ അഭിഭാഷകരായ PV ദിനേശ്, PS സുധീർ എന്നിവർ പ്രതിനിധീകരിച്ചു. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഖത്തറിൽ ഇന്ത്യൻ നയതന്ത്ര വിജയം. ഖത്തറിൽ വധശിക്ഷ കാത്തു കഴിഞ്ഞിരുന്ന ഇന്ത്യൻ മുൻ സൈനികർക്കൊടുവിൽ മോചനം. 8 ഇന്ത്യൻ മുൻ നാവിക സേനാംഗങ്ങളിൽ 7 പേർ മടങ്ങിയെത്തി. ചാരവൃത്തി കേസിലാണ് ഇവർ ഖത്തറിലെ ജയിലിൽ കഴിയേണ്ടി വന്നത്. ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം മോചനത്തിന് സഹായകരമായി. എം സ്വരാജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി നിലനിൽക്കുമോ എന്ന വിഷയമാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. മതചിഹ്നങ്ങളടക്കം ഉപയോഗിച്ചു എന്ന വാദം ഉള്ളതിനാൽ വിചാരണ തുടരുന്നതാണ് ഉചിതമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേസിൽ എം സ്വരാജിന്റെ സാക്ഷികളുടെ വിസ്താരം പൂർത്തിയായിട്ടുണ്ട്. കെ ബാബുവിന്റെ ഭാഗത്ത് നിന്ന് ഇനി 2 സാക്ഷികളുടെ വിസ്താരം മാത്രം നടന്നാൽ മതി. ഈ സാഹചര്യത്തിൽ മുൻവിധിയോടെ കേസിനെ സമീപിക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കേസിലെ സ്റ്റേ നീക്കിയ കോടതി വിചാരണ നടപടികൾ പുനരാരംഭിക്കാൻ നിർദ്ദേശിച്ചു. ഫെബ്രുവരി 19 ഹൈക്കോടതി ഇനി കേസ് പരിഗണിക്കുക. എം സ്വരാജിനെ അഭിഭാഷകരായ PV ദിനേശ്, PS സുധീർ എന്നിവർ പ്രതിനിധീകരിച്ചു. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. അതിലൊരു പിഴവ് സംഭവിച്ചു. നേരത്തെ പോയ വാർത്ത ഒരിക്കൽ കൂടി പോകാൻ പ്രേക്ഷകർ ക്ഷമിക്കുക. ഇനി ഖത്തറിൽ വധശിക്ഷ കാത്തിരുന്ന ആ വാർത്തയെ അല്പസമയത്തിന് അതിലേക്ക് വരാമെന്നും പ്രതീക്ഷിക്കുകയാണ്. തമിഴ്നാട് നിയമസഭയിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ. ഗവർണർ RL രവി തള്ളിയ നയപ്രഖ്യാപനം സ്പീക്കർ M അപ്പാവു സഭയിൽ വായിച്ചു. വസ്തുതാപരമായും ധാർമ്മികമായും യോജിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് ഗവർണർ നയപ്രഖ്യാപനം വായിക്കാൻ വിസമ്മതിച്ചത്. சற்று பேர்வை தலைவர் அவர்களே, மதிப்பிற்குரிய முதல்வர் அவர்களே. തമിഴിൽ പ്രസംഗം ആരംഭിച്ച ഗവർണർ RN രവി നയപ്രഖ്യാപനം വായിച്ചില്ല. പ്രസംഗത്തിലെ ഭാഗങ്ങളോട് വസ്തുതാപരമായും ധാർമ്മികമായും എതിർപ്പുണ്ടെന്നും സമ്മേളനം തുടങ്ങിയപ്പോൾ ദേശീയഗാനം ആലപിച്ചില്ലെന്നും പറഞ്ഞാണ് ഗവർണർ പ്രസംഗം അവസാനിപ്പിച്ചത്. ഹോൾഡ് ബൈറ്റ്. ഗവർണർ പ്രസംഗം നിർത്തിയുടൻ സ്പീക്കർ M അപ്പാവു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തമിഴ് പരിഭാഷ വായിച്ചു. സവർക്കറുടെയും ഗോഡ്സെയുടെയും വഴിയിൽ വന്നവർക്ക് കീഴ്പ്പെടുന്നതല്ല തമിഴ്നാടെന്നും കേന്ദ്രത്തിൽ നിന്നുള്ള പ്രളയ ദുരിതാശ്വാസം വാങ്ങിത്തരാൻ ശ്രമിക്കണമെന്നും സ്പീക്കർ ഗവർണർക്ക് സഭയിൽ തന്നെ മറുപടി നൽകി. തമിഴ്നാട് നിയമസഭയിൽ ആദ്യം തമിഴ് തായ് വാഴ്ത്തും അവസാനം ദേശീയഗാനം ആലപിക്കുന്നതുമാണ് കീഴ്വഴക്കമെന്നും സ്പീക്കർ അറിയിച്ചു. My repeated request and advice to show due respect to the national anthem and play it at the beginning and end of the address has been ignored. This address has numerous passages with which I convincingly disagree,
on factual and moral grounds. ദേശീയഗാനത്തിന് കാത്തുനിൽക്കാതെ ഗവർണർ സഭ വിട്ടു. നയപ്രഖ്യാപനം അതുപോലെ തന്നെ സഭാരേഖകളിൽ ചേർക്കണമെന്ന് മന്ത്രി ദുരൈമുരുകൻ അവതരിപ്പിച്ച പ്രമേയം സഭ പാസാക്കി. ഗവർണർ പറഞ്ഞ കാര്യങ്ങളും സ്പീക്കറുടെ മറുപടിയും സഭാരേഖകളിൽ ഉണ്ടാകില്ലെന്ന് സ്പീക്കർ അറിയിച്ചു. സ്പീക്കറുടെ സവർക്കർ പരാമർശം അപലപനീയമാണെന്ന് BJP നിയമസഭാ നേതാവ് നായനാർ നാഗേന്ദ്രൻ പറഞ്ഞു. സഭയിൽ കണ്ടത് ഗവർണർ സർക്കാർ തർക്കമാണെന്നും അതിൽ ഇടപെടുന്നില്ലെന്നും അണ്ണാ DMK അറിയിച്ചു. 24 ചെന്നൈ. അപ്പോൾ ഇവിടുത്തെ പോലെ തന്നെയാണ് അവിടെയും ഗവർണർ സർക്കാർ പോരാണ്. ആ പോരിൻ്റെ പരമാവധി ഒക്കെയാണ്. അവിടെയും കോടതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് നയപ്രഖ്യാപനം വായിക്കാതിരിക്കുക എന്നുള്ള അവിടുത്തെ ഗവർണറുടെ ഇടപെടൽ. അത് അവർ പ്രേക്ഷകൻ പറയുകയാണ്. ശ്രീമോനല്ല ആരാണ് ഹാഷ്മി സാർ, ഞാൻ ജെറിനാണ്. തിയേറ്ററുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ ഉത്തരവ് വാങ്ങി ഞാൻ ആദ്യമായി തിയേറ്ററിൽ നടപ്പാക്കുകയും ചെയ്തു. ഇതോടെ ആകെ 10 കെട്ടിടങ്ങൾ പരാതികളിലൂടെ ഭിന്നശേഷി സൗഹൃദമാക്കാൻ കഴിഞ്ഞു. നമ്മുടെ ജെറിൻ നമ്മുടെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ആദ്യാവസാനം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ജെറിനെ പോലെയുള്ള ഒരു ഇടപെടലുകൾ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കുന്നു എന്ന് പ്രേക്ഷകൻ പറയുകയാണ്. ഞാൻ ബോംബെയിൽ നിന്ന് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടും ഒന്നും ഹാഷ്മി വായിക്കുന്നില്ല. ബാലൻ ചുക്കുശ്ശേരി പറയാണ്. അതാ വായിച്ചു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര നിശ്ചയിച്ചതിലും നേരത്തെ അവസാനിപ്പിക്കാൻ തീരുമാനം. ഉത്തർപ്രദേശിലെ പര്യടനം വെട്ടിച്ചുരുക്കും. പടിഞ്ഞാറൻ UPയിലെ സന്ദർശനം ഒഴിവാക്കി യാത്ര നേരെ ലഖ്നൌവിൽ പ്രവേശിക്കുമെന്ന് വിവരം. മാർച്ച് 20 മുംബൈയിൽ അവസാനിക്കേണ്ട യാത്ര ഒരാഴ്ചയെങ്കിലും നേരത്തെ പൂർത്തിയാക്കാനാണ് നീക്കം. ഉത്തർപ്രദേശിലെ 28 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ 11 ദിവസം നീളുന്ന വിധത്തിലാണ് യാത്ര തീരുമാനിച്ചിരുന്നത്. പടിഞ്ഞാറൻ UPയിലെ സന്ദർശനം ഉപേക്ഷിച്ച് യാത്ര നേരെ ലക്നൌവിൽ പ്രവേശിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് യാത്രാ പരിപാടിയിൽ പുനരാലോചന. രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് ഇക്കാര്യം ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. ഉത്തർപ്രദേശിലെ പര്യടനത്തിന് ശേഷം മധ്യപ്രദേശിലേക്കാകും യാത്ര കടക്കുക. ഭാരത് ജോഡോ യാത്ര ഉത്തർപ്രദേശിൽ പ്രവേശിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയും യാത്രയ്ക്കൊപ്പം ചേരും. മാർച്ച് 20 അവസാനിക്കേണ്ട യാത്ര മാർച്ച് 10 14 ആകും മുംബൈയിൽ അവസാനിക്കുക. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര അനവസരത്തിലാണെന്ന് വിമർശനം തള്ളി AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്താൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. മമതാ ബാനർജി അടക്കമുള്ളവരെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ തുടരും. പ്രധാനമന്ത്രിയുടെ സ്നേഹവിരുന്നിൽ NK പ്രേമചന്ദ്രൻ പങ്കെടുത്തതിൽ തെറ്റില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. 24ന്റെ ഫയറിംഗ് ലൈൻ വിത്ത് KR ഗോപികൃഷ്ണൻ എന്ന പരിപാടിയിലാണ് പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് നേതൃത്വം നൽകേണ്ട ഘട്ടത്തിൽ രാഹുലിന്റെ രണ്ടാം ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് KC വേണുഗോപാൽ. വിമർശിക്കുന്നവരുടെ ലക്ഷ്യം പാർട്ടിയെ തകർക്കൽ. ഇപ്പം ഞങ്ങൾ പോകുന്നത് കോൺഗ്രസിന് ഏറ്റവും പ്രയാസമുള്ള 10, 25, 30 വർഷമായിട്ട് ഞങ്ങൾ ഭരിക്കുക പോലും ചെയ്യാത്ത, എന്നാൽ കോൺഗ്രസിന് BJPക്കെതിരെ വെല്ലുവിളികൾ ഉയർത്താൻ കഴിയുന്ന പ്രദേശങ്ങളിലെ പ്രവർത്തകരെയും ജനങ്ങളെയും നേരിട്ട് കണ്ട് അവരെ സജ്ജരാക്കാൻ ശക്തമാക്കണം. ഇന്ത്യ സഖ്യത്തിൽ മമതയെ പോലുള്ളവരെ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. സീറ്റിനായുള്ള പിടിവലി തുടരുമ്പോഴും കോൺഗ്രസ് താഴ്മയോടെയാണ് നിൽക്കുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇപ്പോഴും ഞങ്ങൾ മമതയെ ബഹുമാനത്തോടെയാണ് ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മമതയുടെ ആളുകളുമായിട്ട്. എങ്ങനെയെങ്കിലും ഈ മുന്നണി ഉണ്ടാകണം, BJPയുടെ സീറ്റുകൾ പരമാവധി കുറക്കണം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആ നിലപാടുകളിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഈ പ്രശ്നത്തിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്നതിൽ പഴി രാഹുലിന്റെ മേൽ കെട്ടിവെക്കരുത്. നിതീഷ് കുമാർ പോയത് അദ്ദേഹത്തിന് അവിടെ മുഖ്യമന്ത്രി സ്ഥാനം കസേര ഉറപ്പിക്കാൻ നല്ലത് അതാണെന്ന് വെച്ചാൽ അദ്ദേഹം കാലം പറയും അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, അതും രാഹുൽ ഗാന്ധിയുടെ കുഴപ്പമായിരുന്നു. പ്രധാനമന്ത്രിയുടെ സ്നേഹവിരുന്നിൽ NK പ്രേമചന്ദ്രൻ MP പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കഴമ്പില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ആരുടെ കൂടെ ഇരുന്ന് ചായ കുടിച്ചു എന്നുള്ളതല്ലോ പ്രശ്നം, പാർലമെന്റിൽ എടുക്കുന്ന നിലപാടുകളാണല്ലോ പ്രശ്നം. ആ നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത പാർലമെന്റ് മെമ്പറാണ്. ഈ സാഹചര്യം എന്താണെന്ന് പ്രേമേന്ദ്രൻ ആണ് പറയേണ്ടത്. 24 ഡൽഹി. അപ്പോൾ KC വേണുഗോപാലുമായി KR ഗോപികൃഷ്ണൻ നടത്തിയ അഭിമുഖം 3:30 സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ KC പറയുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ പ്രേക്ഷകൻ ചോദിക്കുന്നു ആനയുടെ കാര്യം എന്തായിരുന്നു. നിബിൻ നീൽസൺ ചോദിക്കുന്നു. ആനയെ ദൗത്യസംഘം വളഞ്ഞു നിർത്തിയേക്കാണ്. മയക്കോടിക്ക് പരുവത്തിന് നിൽപ്പുണ്ട്. മയക്കോടി വെക്കാനുള്ള എല്ലാ സാഹചര്യം ഒത്തു വന്നാൽ അപ്പോൾ ഇന്ന് തന്നെ മിക്കവാറും മയക്കോടി വെച്ച് തളയ്ക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നതും. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ കോൺഗ്രസ് വിട്ടു, BJPയിൽ ചേരുമെന്നാണ് സൂചന. നിതിൻ അംബുജൻ വിവരങ്ങൾ. നിതിൻ, എന്താണ് അശോക് ചവാൻ ക്യാമ്പിൽ നിന്ന് കിട്ടുന്നത്? കോൺഗ്രസ് വിടാനുള്ള കാരണത്തെക്കുറിച്ച് ചവാൻ പറയുന്നത് എന്താണ് നിതിൻ?
ഹാഷ്മി, കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ മഹാരാഷ്ട്ര കോൺഗ്രസിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അശോക് ചവാനാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനും മുൻ എംപിയുമായ നാനാ പട്ടോളയുടെ പ്രവർത്തനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് ചവാന്റെ രാജി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും BJP-യിൽ ചേരുമെന്നുള്ള അഭ്യൂഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതിലൊരു അന്തിമ തീരുമാനം ഇതുവരെ അശോക് ചവാൻ സ്വീകരിച്ചിട്ടില്ല. BJP ചെയ്യുന്ന ഒരു അഭ്യൂഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ BJP-യുടെ ഭാഗത്തും സംസ്ഥാനത്ത് നടക്കുന്നത്. നേരത്തെ മിലൻ ദിയോറയും അതോടൊപ്പം തന്നെ ബാബ സിദ്ദിഖും രാജിവെച്ചിരുന്നു. ബാബ സിദ്ദിഖ് നേരത്തെ പിന്നീട് NCP അജിത് പവാർ വിഭാഗത്തിലും കൂടാതെ മിലൻ ദിയോറ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിലും ചേർന്നിരുന്നു. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ മഹാരാഷ്ട്രയിൽ തുടരുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു രാജ്യം ഇപ്പോൾ അശോക് ചവാന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. 2008 മുതൽ 10 വരെ കാലയളവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തും അദ്ദേഹം വഹിച്ചിരുന്നു. എന്തായാലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വമായുള്ള അതൃപ്തി തന്നെയാണ് ഈ രാജിക്ക് കാരണമെന്ന് മനസ്സിലാക്കുന്നു. കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഈ രാജി. ഇന്ദിനംബുജനാണ്. വലിയ തലപ്പൊക്കമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവാണ് അശോക് ചവാൻ. കോൺഗ്രസ് വിടുന്നു, BJP-യിലേക്ക് ചേരുമെന്നാണ് സൂചന. BJP-യിലേക്കാണോ എന്ന് അല്പസമയത്തിനകം അറിയാനും കഴിയും. മറിച്ചാവാൻ വഴിയില്ല. അരുൺ വയനാട് പറയുന്നു, വയനാടൻ കാടുകളിൽ നിന്ന് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ പ്രധാന കാര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ അശാസ്ത്രീയമായ വനവൽക്കരണമാണ്. വയനാടൻ കാടുകൾ ഇന്ന് മഞ്ഞക്കൊന്നയുടെ അധീനതയിലാണ് എന്ന് അരുൺ വയനാട്ടുകാരൻ തന്നെയാണെന്ന് തോന്നുന്നു അരുൺ പറയുന്നത്. അപ്പോൾ ഈ പറയുന്നവർ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ അക്കാദമികമായ പഠനം നടത്തിയാൽ മാത്രമേ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചുള്ള ആലോചന നടക്കുകയുള്ളൂ. അപ്പോൾ അത് നടക്കുന്നുണ്ടോ എന്ന കാര്യമാണ് സംശയം. കോൺഗ്രസിൻ്റെ സമരാഗ്നി യാത്ര ഇന്ന് വയനാട് ജില്ലയിൽ പ്രവേശിക്കും. കോഴിക്കോട് നടന്ന ജനകീയ ചർച്ചാ സദസ്സിൽ കെ സുധാകരനെ വേദിയിൽ ഇരുത്തിയ എഴുത്തുകാരൻ UK കുമാരൻ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചു. കോഴിക്കോട് ജില്ലയിൽ 2 ഇടങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം സമരാഗ്നിയുടെ സ്വീകരണം. ഇന്ന് നടന്ന ജനകീയ ചർച്ചാ സദസ്സിൽ വന്യമൃഗശല്യവും കോഴിക്കോട്ടെ വിവിധ വിഷയങ്ങളും ഉയർന്നുവന്നു. വന്യമൃഗ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ജാഗ്രത കാണിക്കുന്നില്ലെന്നും എല്ലാം പരിഹരിക്കപ്പെടുന്ന ദിവസം വരുമെന്നും അതിനായി കാത്തിരിക്കാമെന്നും കെ സുധാകരൻ. ഈ ഗവൺമെന്റ് ഒരു ജാഗ്രത പുലർത്താൻ ഈ സന്ദർഭം വരെയും അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. വയനാട്ടിലെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ടറിയാം. അവിടെ ആന ഇറങ്ങി എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളല്ല, ആഴ്ചകൾ കഴിഞ്ഞു. പക്ഷെ ആ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ പോലും നമ്മുടെ ഗവൺമെന്റിനും അവരുടെ ഉദ്യോഗസ്ഥാനുകൾക്കും സാധിച്ചില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ചർച്ചാ സദസ്സിൽ പങ്കെടുത്ത എഴുത്തുകാരൻ UK കുമാരൻ KPCC പ്രസിഡന്റിനെ വേദിയിലിരുത്തിയാണ് കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചത്. CUCയുടെ പ്രവർത്തനം ഒരവസരത്തിൽ കോൺഗ്രസിനെ പരിപൂർണമായി ചലിപ്പിച്ചിരുന്നു. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ തന്നെ CUCയുടെ പ്രവർത്തനങ്ങളെ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ട്. എല്ലായിടത്തുള്ള ആളുകളൊക്കെ തന്നെ വന്ന് അതിൽ സജീവമായി പങ്കെടുത്ത് വളരെ ക്രിയാത്മകമായി ചർച്ചകൾ ചെയ്യുന്നൊരു കാഴ്ച ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ഒരിടത്തും CUCയുടെ പ്രവർത്തനവുമില്ല. കോൺഗ്രസിന്റെ ആ രീതിയിലുള്ള പ്രവർത്തനം ഇല്ലാതാവുകയും ചെയ്തു. പാളയം മാർക്കറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട സമരം KPCC ഏറ്റെടുക്കുന്നതായി ജനകീയ ചർച്ചാ സദസ്സിൽ കെ സുധാകരൻ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് വയനാട്ടിലെ കൽപ്പറ്റയിലാണ് സമരാഗ്നിയുടെ സ്വീകരണം. 24 കോഴിക്കോട്. ഇവിടെ സുജിത് ശ്രീധർ പറയുകയാണ്, പുതിയകാവ് അമ്പലത്തിൽ ഇന്നലെ വെടിക്കെട്ടുണ്ടായിരുന്നു. അനുമതി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നലെ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണമായിരുന്നു. 3 കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് സ്റ്റേഷനും ഫയർ സ്റ്റേഷനും ഉണ്ടെന്ന് പറയുകയാണ്. ശരിയാണ്. അപ്പോൾ അതടക്കമുള്ള വീഴ്ചകളെക്കുറിച്ചുള്ള പരിശോധന ഉണ്ടാകും എന്ന് കരുതാം ഈ ആഘാതമൊന്ന് കഴിയുമ്പോൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് കോട്ടയത്ത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും. തോമസ് ചാഴിക്കാടനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ പാർട്ടിയിൽ ധാരണയെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീടേ ഉണ്ടാകൂ. മലയോര മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾ അടക്കമുള്ള വിഷയങ്ങളും ചർച്ചയാകും. ഖത്തറിൽ വധശിക്ഷ കാത്തു കഴിഞ്ഞിരുന്ന ഇന്ത്യൻ മുൻ സൈനികർക്കൊടുവിൽ മോചനം. 8 ഇന്ത്യൻ മുൻ നാവികസേനാംഗങ്ങളിൽ 7 പേർ തിരിച്ചെത്തി. ചാരവൃത്തി കേസിലാണ് ഇവർക്ക് ഖത്തറിലെ ജയിലിൽ കഴിയേണ്ടി വന്നത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ വാർത്തയാണതിലേക്ക്. 2022 ഒക്ടോബറിലാണ് ഇന്ത്യൻ നാവികർ ഖത്തറിൽ തടവിലായത്. അടുത്ത മണിക്കൂറിൽ തന്നെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നയതന്ത്ര നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കാനായി S. ജയശങ്കറിന്റെ ഇടപെടലുകൾക്ക് സാധിച്ചു. പക്ഷേ നാവികർക്ക് അനുകൂലമായിരുന്നില്ല കോടതി വിധി. ആരോപിക്കപ്പെട്ട കുറ്റം രാജ്യദ്രോഹമായതുകൊണ്ട് തന്നെ വധശിക്ഷയായിരുന്നു 8 പേർക്കും വിധിക്കപ്പെട്ടത്. മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാനായി പിന്നെ നടന്നത് നയതന്ത്ര നീക്കങ്ങൾക്കൊപ്പം സമാന്തരമായ നീക്കങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ദുബായിൽ വെച്ച് നടത്തിയ ചർച്ച നിർണായകമായി. ഡിസംബറിൽ കേസ് പരിഗണിച്ച ഖത്തർ കോടതി നാവികരുടെ വധശിക്ഷ റദ്ദാക്കി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ 5ലധികം തവണയാണ് സമീപമാസങ്ങളിൽ ദോഹയിലേക്ക് പറഞ്ഞത്. ഇതിനെല്ലാം ഒടുവിൽ കഴിഞ്ഞ തിങ്കളാഴ്ച നാവികരുടെ മോചനവും സാധ്യമായി. 8 നാവികരിൽ 7 പേർ ഇതിനകം
ഇന്ത്യയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. Let us get into this mode. Let this feeling sink in. Honorable Prime Minister Shri Modi को धन्यवाद करना चाहेंगे कि उनके पर्सनल इंटरवेंशन से ये पॉसिबल हुआ और गवर्नमेंट ऑफ कतार के हिज एक्सीलेंसी द अमीर को कि उन्होंने ये होने दिया. നാവികരുടെ മോചനം സാധ്യമാക്കിയ ഖത്തർ അമീറിനെ ഇന്ത്യ അഭിനന്ദിച്ചു. 24 ഡൽഹി. മാത്യു കൊള്ളനാടിൻ്റെ വാർത്താസമ്മേളനം ഉടൻ എന്ന് പറയുകയാണ്. ഇപ്പോൾ എന്താ കാര്യം എന്നറിയില്ല. എന്തായാലും വന്യജീവി ആക്രമണത്തിലെ ഓരോ മരണത്തിനും ഉത്തരവാദി സർക്കാർ എന്ന കെ സുധാകരൻ. വനം മന്ത്രിക്ക് കഴിവില്ല, സർക്കാരിന്റെ മുഖം വികൃതമാക്കുന്ന റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കുകയാണെന്നും കെ സുധാകരൻ വിമർശിക്കുന്നു. ഈ ഓരോ മരണത്തിനും ഉത്തരം പറയേണ്ടത് ഗവൺമെന്റാണ്. അത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് ഒഴിയാനൊന്നും മന്ത്രിമാരെ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു വനം വകുപ്പ് മന്ത്രി ഉണ്ട്, പോയോ അവിടെ ഇതുവരെ ഒന്ന് സന്ദർശിച്ചോ? ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളിടത്ത് ഒരു വനം വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്വമല്ലേ? ജനവികാരം കേൾക്കണ്ടേ, ജനവികാരം കാണണ്ടേ, അതിന് പരിഹാരം അവരവർ പറയണ്ടേ? ഒന്നുമില്ല. നിശ്ചലവും നിർദ്ദേശവുമായ ഒരു വനം വകുപ്പ് മന്ത്രി ഈ കേരളത്തിലുണ്ട്. ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവില്ല, പ്രാപ്തിയില്ല, അറിവുമില്ല. അലിക്കുഞ്ഞ് വേങ്ങര പറയുകയാണ്, നാട്ടിൽ അപകടം നടന്നാൽ ഒച്ചപ്പാട് കുറച്ച് ദിവസം കാണും, പിന്നീട് അത് മറക്കും എന്ന് പറയുകയാണ്. ഒരു പരിധിവരെ ശരിയാട്ടോ, ഒരു പരിധിവരെ ശരിയാണ്. മധുസൂൻ എം കെ ചോദിക്കുന്നു, ഹാഷ്മി അവൽ ആനയും കുത്തിയിട്ടുണ്ടോ? ആനകളോട് എന്തിന് ഇത്ര വെറുപ്പെന്ന് ചോദിക്കുന്നു. എൻ്റെ പൊന്നി ചേട്ടാ, വെറുപ്പുണ്ടാകുന്നില്ല. ഒരു പാവം ഒരു നിരപരാധിയായ മനുഷ്യനെ ആന ചവിട്ടിക്കൊന്ന വാർത്ത ഇല്ല. അപ്പോൾ അതിന് ഞെട്ടലൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് ആനയെ തളയ്ക്കണം എന്ന് പറയുന്നത് എന്താണോ? ഒരുപാട് മനുഷ്യരുടെ ആദ്യം പ്രാണഭയമാണ് ആ മേഖലയിൽ. അപ്പോൾ ആനയെ തളയ്ക്കണം എന്ന് പറയുന്നത് തെറ്റാണോ? അത് വെറുപ്പാണോ? പാലക്കാട് അകത്തേത്തറയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ സമരം ചെയ്ത 92-കാരിയും മകളും ജില്ലാ കളക്ടർക്ക് പരാതി നൽകും. ജില്ലാ ഭരണകൂടം ഇതുവരെ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. കുടുംബത്തിന് സുരേഷ് ഗോപി നൽകിയ സഹായത്തിന് പിന്നാലെ വാഗ്ദാനവുമായി ചന്ദനപ്പുറം പാടശേഖര സമിതിയും രംഗത്തെത്തി. തുടർച്ചയായി ക്ഷേമ പെൻഷൻ മുടങ്ങി ജീവിതം പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് 92-കാരി പത്മാവതിയും മകൾ ഇന്ദിരയും അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കട്ടിലിട്ട് കിടന്ന് പ്രതിഷേധിച്ചത്. ഇരുവരെയും കുറിച്ചുള്ള 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സുരേഷ് ഗോപി സർക്കാർ പെൻഷൻ നൽകും വരെ കുടുംബത്തിന് പെൻഷൻ തുക നൽകുമെന്ന് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സഹായവുമായി ചന്ദനപ്പുറം പാടശേഖര സമിതിയും രംഗത്തെത്തിയത്. സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ മാസാമാസം നിശ്ചിത തുക കൈമാറാനാണ് തീരുമാനം. ഈ മാസത്തെ തുക കൈമാറി. നിങ്ങളെ ഈ വാർത്ത കണ്ടപ്പോൾ മാനസികമായിട്ട് ഒരുപാട് വിഷമം തോന്നി. അപ്പം ഞാൻ എൻ്റെ പാടശേഖര സമിതി സെക്രട്ടറിയൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ച് ഇവരെ സഹായിക്കാം. അവരെക്കാൾ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇപ്പം ഞങ്ങൾക്ക് എന്തായാലും അവരെ സഹായിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ച്. ഞങ്ങൾ പിന്നെ ബാക്കി ഞങ്ങളുടെ പാടശേഖരത്തിലെ മറ്റ് കർഷകരായിട്ട് സംസാരിച്ചപ്പോൾ അവർ എല്ലാവരും സഹകരിക്കാമെന്ന് പറഞ്ഞു. അത് എന്തായാലും അത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ എത്ര കാലമാണ് അവർക്ക് പെൻഷൻ കിട്ടാൻ വൈകുന്നത് അതുവരെ ഞങ്ങൾ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച പഞ്ചായത്തിന് മുന്നിൽ മണിക്കൂറുകളോളം കിടന്ന് പ്രതിഷേധിച്ചിട്ടും ജില്ലാ ഭരണകൂടമോ പഞ്ചായത്ത് അധികൃതരോ ഇതുവരെ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർക്ക് നേരിട്ട് പരാതി നൽകുന്നത്. 24 പാലക്കാട്. അടിയന്തരമായ സഹായം എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പരാതിയൊക്കെ ആയി ഇപ്പോൾ വാർത്തയുടെ ശ്രദ്ധയിലേക്ക് പെടുമ്പോഴെങ്കിലും അതിൽ ക്ഷേമ പെൻഷൻ കൊടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. റീന സതീശൻ പറയുകയാണ്, ഒരു പാർട്ടി ലേബലിൽ മത്സരിച്ച് ആ പാർട്ടി വോട്ടർമാരുടെ വോട്ട് നേടി ജയിച്ച ശേഷം എതിർ പാർട്ടിയിലേക്ക് ചാടുന്ന വോട്ടർമാരോട് കാണിക്കുന്ന വഞ്ചനയല്ലേ? ഇത്തരക്കാരെ അയോഗ്യരാക്കിയല്ലേ വേണ്ടതെന്ന് പറയുന്നു റീന. അയാറാം ഗയാറാം രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പുതിയ കാല രാഷ്ട്രീയമല്ല, പണ്ട് മുതലുള്ളതാണ്. നേട്ടം, കസേര, പണം എന്നൊക്കെ ഉള്ളത് അവർക്ക് നേതാക്കൾക്ക് പ്രലോഭനമാവുന്നതാണ് കാരണം. അയോഗ്യതാ നിയമമൊക്കെ ഉണ്ട്, പക്ഷേ പലപ്പോഴും അതിനെ മറികടക്കാനുള്ള കുതന്ത്രങ്ങൾ ഇവരുടെ പക്കലൊക്കെ ഉണ്ട്. പാലക്കാട് മുതലമടയിൽ നിന്ന് 2.5 വർഷം യുവാക്കളെ കാണാതായ സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കേസ് CBIക്ക് കൈമാറണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തത്. 2021 ഓഗസ്റ്റ് 30-നാണ് ചപ്പക്കാട് കോളനിയിൽ നിന്ന് 2 യുവാക്കളെ കാണാതായത്. ദിവസങ്ങൾ കഴിഞ്ഞതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ആദ്യം പോലീസും പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചെങ്കിലും തുമ്പൊന്നും കണ്ടെത്താനായില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി S ഷംസുദ്ദീനാണ് അന്വേഷണ ചുമതല. തിരോധാനത്തിന് പിന്നിൽ അബ്കാരി, ക്വാറി മാഫിയകളാണെന്ന് ജനകീയ പ്രതിരോധ സമിതി ആരോപിക്കുന്നു. കാണാതാവുന്നതിന് മുൻപ് യുവാക്കൾ ജോലി ചെയ്തിരുന്ന തോട്ടത്തിലേക്ക് പോകുന്നത് പ്രദേശവാസികൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പോലീസ് അന്വേഷണം ആ വഴിക്കൊന്നും നടന്നിട്ടില്ലെന്നാണ് വിമർശനം. 2021 മുൻപും ശേഷവും മുതലമട പ്രദേശത്ത് നിരവധി തിരോധാനങ്ങളും ദുരൂഹമരണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ജനകീയ സമിതി പറയുന്നു. 24 പാലക്കാട്. ഓക്കെ. നിക്ഷേപകർക്ക് പണം നൽകാതെ ഉടമകൾ മുങ്ങിയ പത്തനംതിട്ട തെള്ളിയൂർ GNG ഫിനാൻസിനെതിരെ പ്രതിഷേധം. നിക്ഷേപകർ ഉടമ ഗോപാലകൃഷ്ണൻ നായരുടെ വീടിന് മുൻപിൽ പ്രതിഷേധിച്ചു. പരാതി കിട്ടിയിട്ടും ഉടമകളെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ടെന്നാണ് നിക്ഷേപകരുടെ ആരോപണം.
ഏതാണ്ട് ഒരു മാസമായി പണത്തിനായി G&G ഫൈനാൻസിയേഴ്സിന്റെ ഓഫീസിലും ഉടമകളുടെ വീട്ടിലും കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് സ്ഥാപനം പൂട്ടി ഉടമകൾ മുങ്ങിയതോടെ പലരും കടക്കണിയിലായി. അത് ഞാൻ തേച്ചു മെഴുക്കുണ്ടാക്കിയ പൈസ, എനിക്ക് മക്കളില്ല, ഭർത്താവില്ല, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. എൻ്റെ കാല് ഓപ്പറേഷൻ ചെയ്തതാണ്, എനിക്ക് നടക്കാനും വയ്യ, എൻ്റെ ചെവി കേൾക്കാൻ വയ്യ. അതുകൊണ്ട് വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഓരോരുത്തരോട് തെണ്ടി 500 രൂപ വാങ്ങിക്കുക കഞ്ഞി വെക്കുന്നത്. 500ഓളം നിക്ഷേപകരാണ് ഇന്ന് പ്രതിഷേധവുമായി പത്തനംതിട്ട തെള്ളിയൂരിലെ ഗോപാലകൃഷ്ണൻ നായരുടെ വീടിന് മുൻപിലെത്തിയത്. ഒരു 10 പൈസ പലിശ പോലും തന്നിട്ടുമില്ല, മേടിച്ചിട്ടുമില്ല. പൈസ ആവശ്യപ്പെട്ടപ്പോൾ തരാം, താവകാശം തരാമെന്നും പറഞ്ഞുകൊണ്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പരാതികൾ വന്നിട്ടും ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവരെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്നത്. തുടർന്ന് പ്രതിഷേധവുമായി നിക്ഷേപകർ കോയിപ്പുറം പോലീസ് സ്റ്റേഷന് മുൻപിലുമെത്തി. അടുത്ത ദിവസം SP ഓഫീസിന് മുൻപിൽ നിക്ഷേപകർ പ്രതിഷേധിക്കും. മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകി നിയമ നടപടികളിലേക്ക് കടക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം. സംസ്ഥാന വ്യാപകമായി ഏതാണ്ട് 300 കോടി രൂപയുടെ തട്ടിപ്പാണ് G&G ഫൈനാൻസിയേഴ്സ് എന്ന സ്ഥാപനം നടത്തിയതെന്നാണ് കണക്കാക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ലില്ലി ജോളിയിൽ പറയുകയാണ്, ഇന്നലത്തെ ജനകീയകോടതിയിൽ ശീതൽശ്യാമിനെ കൊണ്ടുവന്ന നന്നായി. സ്വന്തം സ്വത്വത്തിന്റെ നിലനിൽപ്പിനായി സമൂഹത്തോടും ഭരണത്തോടും പോരാടേണ്ടി വരുന്ന എത്ര വേദനാജനകമാണ്. ഈച്ച് വൺ ഓഫ് us called to greatness എന്ന് പറയുകയാണ്. ശരിയാണ്, അവരുടെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഇത്തരത്തിലുള്ള പോരാട്ടം സങ്കടകരമാണ്. ജാനകി പറയുന്നു, ആരും ആനയെയും മന്ത്രിമാരെയും കുറ്റം പറയേണ്ട, പ്രകൃതിയോട് ചെയ്ത ക്രൂരതകൾക്ക് ഇനിയും പലതും കാണേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ്. വേറൊരു പ്രേക്ഷകൻ പറയുന്നത്, ധന്യായം പറയുന്നു, ലോക്സഭാ ഇലക്ഷൻ വോട്ട് ചേർക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. പുതിയ വോട്ടർമാർ വോട്ടവകാശം ഉറപ്പാക്കുക എന്ന് പറയുകയാണ്. ഇടുക്കി ഉടുമ്പൻചോലയിൽ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി യുവതി ചികിത്സയിലിരിക്കെ മരിച്ചു. ഉടുമ്പൻചോല സ്വദേശി ഷീലയാണ് മരിച്ചത്. തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അയൽവാസിയായ ശശി ഷീലയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നായിരുന്നു ആക്രമണം. ആക്രമണത്തിനിടെ പൊള്ളലേറ്റ ശശി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. മൻസൂർ ചോദിക്കുകയാണ്, ഇവിടെ ജീവിതത്തിൽ രണ്ടറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർ അവരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ ആക്രമിച്ചാൽ കേസ് മനുഷ്യനേക്കാൾ വലിയ സ്ഥാനം മൃഗങ്ങൾക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ദീർഘകാലമായി ആ മേഖലയിൽ നിന്ന് ഉയരുന്ന ചോദ്യം, വലിയ പ്രതിഷേധമൊക്കെ വലിയ രോഷമൊക്കെ ഉണ്ടാകുന്ന ചോദ്യം തന്നെയാണ് കേട്ടോ അത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അന്തിമഫലം പുറത്തുവിട്ട് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 101 സീറ്റ് നേടി ഇമ്രാൻഖാന്റെ PTI പാർട്ടിയെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രനാണ് മുന്നിലെത്തിയത്. മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് 75 സീറ്റാണ് കിട്ടിയത്. ബിലാവൽ ഭൂട്ടോയുടെ പീപ്പിൾസ് പാർട്ടി 54 സീറ്റ് നേടി. സഖ്യനീക്കത്തിന് നവാസ് ഷെരീഫും ബിലാവൽ ഭൂട്ടോയും ശ്രമം തുടങ്ങി. 17 സീറ്റ് നേടിയ മുത്തഹിദ ഖൗമി മൂവ്മെന്റിനെ കൂടി ചേർത്ത് സഖ്യ സർക്കാർ രൂപീകരിക്കാനാണ് നീക്കം. രാജ്യത്തിന്റെ രാഷ്ട്രീയ അസ്ഥിരത അവസാനിപ്പിക്കാൻ ഒന്നിക്കുമെന്ന് നവാസ് ഷെരീഫും ബിലാവലും വ്യക്തമാക്കി. അതിനിടെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചെന്ന് ആരോപിച്ച് ഇമ്രാൻഖാന്റെ PTI രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച PTI പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. റാവൽപിണ്ടിയിലും ലാഹോറിലും PTI പ്രതിഷേധിച്ചു. തെക്കൻ ഗസയിലെ റഫേൽ ഇസ്രായേലിലെ വ്യോമാക്രമണം, 50 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം തുടർന്നാൽ ബന്ദി കൈമാറ്റ ചർച്ചകൾ തടസ്സപ്പെടുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി. 2 ബന്ദികളെ രക്ഷപ്പെടുത്തിയ ഇസ്രായേൽ അവകാശവാദം ഉന്നയിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ 2 ബന്ദികൾ കൊല്ലപ്പെട്ടു എന്ന് ഹമാസും ആരോപിച്ചു. റഫേൽ ഇന്നലെ രാത്രിയായിരുന്നു ഇസ്രയേലിന്റെ വ്യോമാക്രമണം. അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫേൽ ഇസ്രയേൽ കരയുദ്ധം തുടർന്നാൽ അത് ബന്ദി കൈമാറ്റ ചർച്ചകളെ തകർക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി. റഫ നഗരത്തിലെ ഷാബുരിൽ നിന്നും 2 ബന്ദികളെ മോചിപ്പിച്ചെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. 60ഉം 70ഉം വയസ്സും പ്രായമുള്ള ബന്ദികളെയാണ് മോചിപ്പിച്ചത്. ഇതിനിടെയുണ്ടായ ഇസ്രയേലി ആക്രമണത്തിൽ 2 ബന്ദികൾ കൊല്ലപ്പെട്ടുവെന്നും 8 പേർക്ക് പരുക്കേറ്റുവെന്നും ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു. റഫേലെ 10 ലക്ഷത്തിലധികം വരുന്ന അഭയാർത്ഥികൾക്ക് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് നീങ്ങാൻ അവസരമൊരുക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. UAE കനത്ത മഴയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. അല്ലൈനിൽ ആലിപ്പഴ വർഷത്തിൽ നിരവധി വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നു. അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുവെന്നും ആശങ്ക വേണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച മഴ അർദ്ധരാത്രിയോടെ ശക്തമാവുകയായിരുന്നു. ഇടിയും ശക്തമായ കാറ്റോടും കൂടിയ മഴയാണ് ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ ലഭിക്കുന്നത്. അല്ലൈനിൽ ശക്തമായ ആലിപ്പഴ വർഷത്തിൽ നിരവധി വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നു. മഴയെ തുടർന്ന് ഷാർജയിൽ പാർക്കുകൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്.
കനത്ത മഴയെ തുടർന്ന് ഇന്ന് രാജ്യത്തെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ഫ്രം ഹോം സ്വീകരിക്കാമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലാസുകൾ ഓൺലൈനായി നടത്തണമെന്ന് വിദ്യാഭ്യാസ റെഗുലേറ്ററായ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയും ശക്തമായ മഴ തുടരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പൊതുജനങ്ങൾ പരമാവധി ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടുള്ളിടത്തും വാദിയിൽ കുളിക്കുന്നതും വാഹനങ്ങളുമായി വാദികൾക്ക് സമീപം നിൽക്കുന്നതും നിരോധനമുണ്ട്. അതേസമയം അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നും അതോറിറ്റി വ്യക്തമാക്കി. 24 ദുബായ്. രാകേഷ് കെ റോഷൻ ചോദിക്കുകയാണ്, ആഷ്മി, ഇവിടെ മൃഗങ്ങൾ നാട് കയറുന്നതാണോ അതോ മനുഷ്യർ നാട് കയറുന്നതാണോ എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നു രാകേഷ് കെ റോഷൻ. എന്താണ് യഥാർത്ഥ കാരണം, എന്താണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള ഇപ്പോൾ കോൺക്രീറ്റ് ആയിട്ടുള്ള വസ്തുത എന്താണ്? മലയോര മേഖലകളിലെ മനുഷ്യർ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നു. കാട്ടാന ചവിട്ടേറ്റൊക്കെ അവർ മരിക്കുന്നു. അവർ രാത്രി മുഴുവൻ ഉയിര് വാരി പിടിച്ച് കയ്യിൽ കഴിയുന്നു. ആദ്യം പിടിച്ച മനുഷ്യരുടെ മാനസികാവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അതിനുള്ള പരിഹാരമാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം ഈ പഠനങ്ങൾ ഉണ്ടാവുകയും ശാശ്വത പരിഹാരം ഉണ്ടാവുകയും വേണം എന്നുള്ളതല്ലേ പ്രധാനം, അല്ലേ? മനുഷ്യർക്കൊപ്പം കൂടി നമ്മൾ നിൽക്കണ്ടേ, അല്ലേ? ഒരു പ്രശ്നം ബഷീർ പറയുന്നുണ്ട്, അബുദാബി വന്നപ്പോൾ കാണാൻ പറ്റില്ല. ചേട്ടാ, ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നമുക്ക് ഇനി എപ്പോഴൊക്കെ വരുമ്പോൾ കാണാം, അല്ല നാട്ടിൽ വരുമ്പോൾ കാണാം. 2:22:12 ബജറ്റ് ചർച്ചയ്ക്കിടെ സഭയിൽ പ്രതിപക്ഷ ബഹളം. അഴിമതി ആരോപണം സഭയിൽ ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടൻ MLA-യുടെ ശ്രമം സ്പീക്കർ തടഞ്ഞതോടെ പ്രതിപക്ഷം നടുത്തറത്തിലിറങ്ങി. വ്യക്തമായ രേഖകളില്ലാത്തതിനാൽ അനുവദിക്കാനാകില്ല എന്ന് സ്പീക്കർ അറിയിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. വായ് മൂടിക്കെട്ടാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്നും വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. നോട്ടീസ് നൽകിയപ്പോൾ എനിക്ക് സ്പീക്കറുടെ ഓഫീസിൽ നിന്നും ഒരു കോള് വന്നു. നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ, അപ്പം ഞാൻ കൊടുത്തിരുന്നത് അങ്ങനെ തന്നെയാണ്, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും സമർപ്പിക്കുന്നതിനുമുള്ള അനുമതി വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ അഡ്വാൻസ് ചെയ്ത് ചോദിച്ചു, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രേഖകൾ സമർപ്പിക്കണമെന്ന് സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ ഡോക്യുമെൻസിൻ്റെ കോപ്പി സ്പീക്കറുടെ ഓഫീസിൽ നൽകുകയുണ്ടായി. എന്നിട്ടും ആ ഡോക്യുമെൻറ്റ്സ് നൽകിയതിന് ശേഷവും എന്ത് കാരണത്താലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എൻ്റെ പ്രസംഗം അനുവദിക്കാതിരുന്നത്, അല്ലെങ്കിൽ ആ വിഷയം ഉന്നയിക്കുന്നതിൽ തന്നെ നിശ്ചയിച്ചു നൽകിയില്ല. ഷഫീദ് റാവുത്തർ. ഷഫീദ്, എന്തുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണമാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കാനിരുന്നത് എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ 150 കോടി അഴിമതി ആരോപണമൊക്കെ PV Anwar MLA ഒക്കെ ആരോപിച്ച ഒരു സഭാ സെഷൻ കൂടിയാണല്ലോ ഇത്. ഷഫീദ്, മുഖ്യമന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണമാണ് നിയമസഭയിൽ ഉന്നയിക്കാൻ മാത്യു കുഴൽനാടൻ ശ്രമിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബജറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് അനുവദിച്ച സമയമായിരുന്നു. AP വർക്കിയിൽ നിന്ന് CN മോഹനിലേക്കുള്ള മാറ്റമാണ് ഇന്നത്തെ CPM എന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കയ്യിലൊന്നുമില്ലാതെ വീട്ടിലേക്ക് മടങ്ങിയ ആളാണ് വർക്കി എന്ന് നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ ആരംഭിച്ചത്. പിന്നാലെ ഈ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ആരംഭിക്കവേ സ്പീക്കർ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടു. വ്യക്തമായ രേഖകളില്ലാത്തതിനാൽ അനുവദിക്കാൻ ആകില്ലെന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. ഇതോടുകൂടി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണെന്നും അഴിമതി ആരോപണം പുറത്തുവരാതിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ പ്രതിപക്ഷം നടത്തുകയും ചെയ്തു. എന്നാൽ ചട്ടപ്രകാരമല്ല മാത്യു കുഴൽനാടൻ നീക്കമെന്നായിരുന്നു സ്പീക്കർ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്. ഒരു ഫോട്ടോസ്റ്റാറ്റ് കടലാസ് കൊണ്ടുവന്ന സഭയുടെ വിശുദ്ധി കളയാൻ അനുവദിക്കില്ലെന്നും സ്പീക്കർ സഭയെ അറിയിച്ചു. ഇതോടുകൂടി പ്രതിപക്ഷം പ്രതിഷേധവുമായി നിയമസഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. ഒടുവിൽ ഒരു തരത്തിലും സ്പീക്കർ വഴങ്ങില്ല എന്നുള്ള കാര്യം കണ്ടതോടുകൂടിയാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇക്കാര്യത്തിൽ മാത്യു കുഴൽനാടൻ അടക്കം പറഞ്ഞത് താൻ ഉന്നയിക്കാൻ പോകുന്ന അഴിമതി ആരോപണത്തിലെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ അത് കോപ്പി ഉൾപ്പെടെ സ്പീക്കർക്ക് നൽകിയതാണ്. എന്നാൽ സ്പീക്കറുടെ ഭാഗത്ത് നിന്നുണ്ടായത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണ്. ഉത്തമ ബോധ്യവും ഉത്തരവാദിത്വവും ഉള്ളതുകൊണ്ടാണ് സഭയിൽ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണമായിരുന്നുവെന്നും മാത്യു കുഴൽനാടൻ പിന്നീട് മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. വായ് മൂടിക്കെട്ടാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്നും പാർട്ടിയുമായി ആലോചിച്ച ശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കശ്മീർ. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സഭ വിട്ട് പ്രതിപക്ഷം പുറത്തിറങ്ങി. വാ മൂടിക്കെട്ടാനുള്ള നീക്കമെന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണമാണ് സഭയിൽ ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടൻ MLA-യുടെ നീക്കം. GCC ഇന്ത്യ ട്രേഡ് അംബാസിഡറായി മലയാളിയായ ഷിയാസ് ഹസൻ നിയമിതനായി. GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുമെന്ന് ഷിയാസ് ഹസൻ പറഞ്ഞു. GCC ഇന്ത്യ ട്രേഡ് അംബാസിഡർ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയാണ് ഷിയാസ് ഹസൻ. 5 വർഷത്തേക്കാണ് GCC ഇന്ത്യ ട്രേഡ് അംബാസിഡറായി ഷിയാസ് ഹസന്റെ നിയമനം. GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കോവിഡ് കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. 2021 കോവിഡ് സമയത്ത് $87.4 ബില്യൺ GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം. ഇത് 2023 $184 ബില്യൺ വർദ്ധിച്ചു. വ്യാപാരം കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഷിയാസ് ഹസൻ 24 പറഞ്ഞു. ഈ പദവി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്.
കൂടുതലും രണ്ട് രാജ്യങ്ങളും രണ്ട് റീജിയണും തമ്മിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. GCCയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് GCCയിലേക്കും ഉള്ള ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ തൊഴിലവസരങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നതാണ്. ദുബായ് ആസ്ഥാനമായുള്ള റിച്ച്മോണ്ട് ഗ്രൂപ്പിന്റെയും മിഡിൽ ഈസ്റ്റ് ഓയിൽ ലിമിറ്റഡിന്റെയും ചെയർമാൻ കൂടിയാണ് ഷിയാസ് ഹസൻ. ട്രേഡ് അംബാസിഡറായി ഔദ്യോഗികമായി ചുമതലയേറ്റ ചടങ്ങിൽ GCC കൗൺസിൽ, ഇന്ത്യൻ എക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷൻ, വിദേശകാര്യ മന്ത്രാലയം എന്നിവയിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നും GCC രാജ്യങ്ങളിൽ നിന്നും വിവിധ ബിസിനസ് മേഖലയിലുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. 24 ഡൽഹി. മലയാളി മാധ്യമപ്രവർത്തക സൗമ്യ വിശ്വനാഥിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ജാമ്യം. 4 പ്രതികൾക്കാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യം നൽകിയത്. ആർ രാധാകൃഷ്ണൻ ചേർന്നു. ആർക്കെ നാടിനെ ഞെട്ടിച്ച മാധ്യമ സമൂഹത്തെ, കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചൊരു സംഭവമാണ്. അതിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടാനിടയായ സാഹചര്യം എന്താണ് ആർക്കെ? ഈ ജീവപര്യന്തം ശിക്ഷയാണ് പ്രതികൾക്ക് വിധിച്ചിട്ടുള്ളത്. അവർ ദീർഘകാലമായിട്ട് ജയിലിൽ തുടരുന്നു എന്ന കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി നടപടികൾ ഉണ്ടായത്. ഏതാണ്ട് 10 വർഷത്തോളമായി ഇവർ ജയിലിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് അപ്പീൽ തീർപ്പാക്കും വരെ ജാമ്യം അത് സ്വാഭാവികമായിട്ട് അനുവദിക്കപ്പെടേണ്ടതാണ് എന്ന നിരീക്ഷണം കോടതി നടത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രതികൾ സാകേത് കോടതിയുടെ വിധിക്ക് എതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ പൂർണ്ണമായും വിലയിരുത്തുന്നതിൽ കോടതി പരാജയപ്പെട്ടു എന്ന വാദമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ അപ്പീൽ കേൾക്കാനായി കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഈ അപ്പീൽ കേൾക്കുന്ന സാഹചര്യത്തിലാണ് ഈ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ആർ രാധാകൃഷ്ണനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ജാമ്യം അനുവദിച്ച 4 പ്രതികൾക്കാണ്. പുരുഷ മാരത്തണിലെ ലോക റെക്കോർഡുകാരൻ കെൽവിൻ കിപ്റ്റം റോഡ് അപകടത്തിൽ കൊല്ലപ്പെട്ടു. കെനിയയിൽ വെച്ചുണ്ടായ അപകടത്തിൽ താരത്തിന്റെ പരിശീലകനും മരിച്ചു. 2 മണിക്കൂർ 35 സെക്കൻഡ് കൊണ്ട് മാരത്തൺ പൂർത്തിയാക്കിയ ചരിത്രത്തിലെ ആദ്യ അത്ലറ്റാണ് കിപ്റ്റം. പടിഞ്ഞാറൻ കെനിയയിലുണ്ടായ കാർ അപകടത്തിലാണ് 24-കാരനായ കെൽവിൻ കിപ്റ്റവും പരിശീലകനും കൊല്ലപ്പെട്ടത്. കെൽവിൻ കിപ്റ്റം ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന മറ്റൊരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാരത്തോണിലെ പുത്തൻ താരോദയമായ കിപ്റ്റം കഴിഞ്ഞ ഒക്ടോബറിലാണ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയത്. മാരത്തണിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാളായ എല്യൂഡ് കിപ്ചോഗ കുറിച്ച സമയം മെച്ചപ്പെടുത്തിയാണ് കിപ്റ്റം റെക്കോർഡ് നേടിയത്. മാരത്തോണിന്റെ 42 കിലോമീറ്റർ ദൂരം 2 മണിക്കൂർ 35 സെക്കൻഡ് കൊണ്ടാണ് കെൽവിൻ കിപ്റ്റം പൂർത്തിയാക്കിയത്. ഏപ്രിലിൽ നടക്കുന്ന റോട്ടർഡാം മാരത്തോണിൽ 2 മണിക്കൂറിൽ താഴെ സമയത്തിനുള്ളിൽ മത്സരം പൂർത്തിയാക്കി പുതിയ റെക്കോർഡ് നേടാൻ ശ്രമിക്കുമെന്ന് കിപ്റ്റം കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഈ വർഷം നടക്കാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടിയിരിക്കെയാണ് അപ്രതീക്ഷിതമായ കിപ്റ്റത്തിന്റെ വിടവാങ്ങൽ. സ്പോർട്സ് ടീം 24. നിതിൻ മാത്യു ചോദിക്കുന്നുണ്ട്, ഇന്നെങ്കിലും കൊലകൊല്ലിയാനെ മയക്കൊടി വെക്കോ അതോ കർണാടകയിലേക്ക് കയറ്റിവിട്ട് കൈയൊഴിയോ എന്ന് ചോദിക്കുന്നുണ്ട്. മയക്കൊടി വെക്കുമോ എന്ന് തന്നെയാണ് പറയുന്നത്. മയക്കൊടി വെക്കാനുള്ള സാഹചര്യങ്ങൾ നോക്കിയിരിക്കുകയാണ് വനംവകുപ്പ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ആഷ്മി ആനക്കാട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല. സിദ്ദീഖ് ചോദിക്കുന്നു. ഓക്കെ, ആഷ്മി, ഒരു ലോകകപ്പ് നേടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഓസ്ട്രേലിയൻ സീനിയർ ജൂനിയർ ടീമുകൾ തടസ്സമാവുകയാണല്ലോ എന്ന് സുനിൽ NS ചോദിക്കുന്നുണ്ട്. കൂടുതൽ കരുത്തോടെ കളിക്കട്ടെ, കരുത്തോടെ കളിക്കുന്നവർ ജയിക്കട്ടെ. ഓക്കെ, ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30 മത്സരം. പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരത്തിൽ തോറ്റിരുന്നു. സ്വന്തം കാണികൾക്ക് മുന്നിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്താനാകും ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. പരിക്കിൽ നിന്ന് മുക്തനായ ജിക്സൺ സിംഗ് ടീമിലേക്ക് മടങ്ങിയെത്തും. സീസണിൽ ഇതുവരെ 2 മത്സരങ്ങൾ മാത്രം ജയിച്ച പഞ്ചാബ് FC പോയിന്റ് പട്ടികയിൽ 12-ാം സ്ഥാനത്താണ്. ലീഗിൽ വിജയക്കുതിപ്പ് തുടരാൻ ഗോകുലം കേരള FC ഇറങ്ങും. കോഴിക്കോട് നടക്കുന്ന മത്സരത്തിൽ ഷില്ലോങ് ലെജോങ് FC ആണ് എതിരാളികൾ. 20 പോയിന്റുള്ള ഗോകുലം പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്താണ്. നായകൻ അലക്സ് സാഞ്ചസിന്റെ ഫോമിലാണ് ഗോകുലത്തിന്റെ പ്രതീക്ഷ. അവസാന മത്സരത്തിൽ ഗോകുലം ഇന്റർ കാശിയെ തോൽപ്പിച്ചിരുന്നു. രാത്രി 7 മണിക്ക് EMO സ്റ്റേഡിയത്തിലാണ് മത്സരം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ 1.5 മണിക്കൂർ നീണ്ട വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്. ഇനി